التمسك بالأثر نجاه. രണ്ടാമതായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത, ആരെങ്കിലും തനിക്കും അല്ലാഹുവിനും ഇടയിൽ മധ്യസ്ഥരെ സ്വീകരിക്കുകയും യദ്ഉഹും, ശരിക്കും ശ്രദ്ധിക്കണം, ആ മധ്യസ്ഥരോട് ദുആ ചെയ്യുകയും, അവർ മുഖേന ചെയ്യുക എന്നതല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് മധ്യസ്ഥരോട് തന്നെ ദുആ ചെയ്യുകയും, വയസ്അലുഹുമുശ് ശഫാഅ, അവരോട് ഷഫാഅത്തിനെ ചോദിക്കുകയും, വയതവക്കലു അലൈഹിം, അവരിൽ ബലമേൽപ്പിക്കുകയും ചെയ്താൽ കഫറ ഇജ്മാഅൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറാണ്. ഇവിടെ ഈ വിഷയം, ഇവിടെ ഈ പറഞ്ഞ വിഷയം, മധ്യസ്ഥരെ സ്വീകരിച്ചുകൊണ്ട് അവരോട് ദുആ ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക, അവരിൽ ബലമേൽപ്പിക്കുക, ഇത് നേരത്തെ പറഞ്ഞ ഇബാദത്തിന്റെ അല്ലെങ്കിൽ ഇബാദത്തിൽ ശിർക്ക് ചെയ്യുന്ന വിഷയം തന്നെയാണ്. പക്ഷേ വിഷയത്തിന്റെ ഗൗരവമുള്ളത് കൊണ്ട് രണ്ടാമതായി പറഞ്ഞു എന്ന് മാത്രം, പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അതല്ല എങ്കിൽ ഒന്നാമത് പറഞ്ഞ കാര്യത്തിൽ അശ്ശിർക്കു ഫീ ഇബാദത്തില്ല എന്നതിൽ ഇത് ഉൾപ്പെടുന്ന വിഷയമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കാറുള്ളത്, അല്ലെങ്കിൽ പലരും നടക്കാറുള്ളത് എന്നതിനേക്കാൾ പലരും പറയാറുള്ളത്, അവർ മധ്യസ്ഥരെ സ്വീകരിക്കുന്നത് അവരോട് ദുആ ചെയ്യാനല്ല, മറിച്ച് ആരോട് അവർ ദുആ ചെയ്യുന്നത്? അവരുടെ വാദം അനുസരിച്ച് അള്ളാഹുവിനോടാണ്. എന്നാൽ ഇവിടെയുള്ള ചർച്ച അത് വേർതിരിച്ച് മനസ്സിലാക്കണം. കാരണം ഒന്ന് വസീലത്തിന്റെ വിഷയമാണ്, തവസ്സുലിന്റെ വിഷയമാണ്, ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട ശിർക്കിന്റെ വിഷയമാണ്. ഇവിടെയുള്ളത് മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് ദുആ ചെയ്യുകയും ചെയ്യുക. അവരോട് ദുആ ചെയ്യുകയും ചെയ്താൽ അത് ശിർക്കാണ് എന്ന്, അല്ലെങ്കിൽ കുഫ്റാണ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇവിടെ പറയുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ എന്ന് പറഞ്ഞു കൊടുക്കുക? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്ന ആളുകളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. ആര് ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മധ്യസ്ഥരെ സ്വീകരിച്ച് അവരോട് നാം ദുആ ചെയ്യുന്നത്? ഈ മധ്യസ്ഥരെ സ്വീകരിക്കുന്നവർ, അവരുടെ പൊതുവായ വാദം എന്താണ്? അവർ പറയും, ഞങ്ങൾ എങ്ങനെയാണ് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക? ഞങ്ങൾ പാപികളാണ്, ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണ്, ഞങ്ങൾ എങ്ങനെ റബ്ബിനോട് നേരിട്ട് പറയും? അതുകൊണ്ട് നല്ലവരായ ഈ സാലിഹീങ്ങൾ, അവരോട് നാം നമ്മുടെ ആവശ്യങ്ങൾ പറയും, അവർ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞ് ഇവർ മധ്യസ്ഥരോട് ദുആ ചെയ്യുന്നു, പാപങ്ങൾ മാപ്പാക്കാൻ. നേരത്തെ നാം കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപങ്ങൾ മാപ്പാക്കാൻ വേണ്ടി പറയും. പ്രവാചകനിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവർ മടങ്ങുന്നു. ഈ രൂപത്തിൽ ഒരു വിശ്വാസി ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചതല്ല. മറിച്ച് മുസ്ലിമിന്റെ വിശ്വാസം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, അവരോട് പറയുക, അവർക്ക് ഞാൻ അവരുടെ ദുആക്ക് ഉത്തരം നൽകും, എന്നോട് അവർ ചോദിച്ചു കൊള്ളുക. അപ്പൊ അള്ളാഹു നമ്മോട് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇന്ന് ചില ആളുകൾ പറയുന്നു, നമ്മൾ എങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കും? ഇത് അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, അള്ളാഹു അങ്ങേയറ്റം ഉദാരനും ലജ്ജയുള്ളവനുമാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫറ. അടിമകൾ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ അത് ഉത്തരം നൽകാതെ മടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നത് കാണാം, വഹുവൽ മുജീബു യഖൂലു മൻ യദ്ഉ ഉജീബു അനൽ മുജീബു ലികുല്ലി മൻ ദഅാനി വഹുവൽ മുജീബു ലിദഅവതിൽ മുദ്തറി ഇദ് യദ്ഉഹു ഫീ സിർരിൻ വഫീ അലനി. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അവരോട് നിങ്ങൾ ചോദിക്കൂ എന്നുള്ളത്. ഇത് റബ്ബിന്റെ ആവശ്യമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അവനോട് ചോദിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥന്മാരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും, അവൻ കാഫിറാകും. മാത്രമല്ല, ഇത് ആരുടെ സ്വഭാവമായിരുന്നു? മധ്യസ്ഥരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യുക എന്നുള്ളത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവമാണ്. ഇതിനാണ് ഉലമാക്കൾ പൊതുവെ ഹുജ്ജത്തുൽ വുസത എന്ന് പറയുന്നത്. ഹുജ്ജത്തുൽ വുസത അഥവാ മധ്യസ്ഥന്മാരെ സ്വീകരിച്ചുകൊണ്ട് അത് തെളിവാക്കുക എന്ന പ്രവർത്തനം, അത് മക്കയിലെ കാഫിരീങ്ങൾ തുടങ്ങിയതാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തു സുമറിൽ അള്ളാഹു പറയുകയാണ്, വല്ലദീന ഇത്തഖദു. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്ന വാദവുമായി നിങ്ങൾ ഇത് താരതമ്യം ചെയ്ത് നോക്കുക. അള്ളാഹു പറയുന്നു,
വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ മറ്റ് സഹായികളെ സ്വീകരിച്ചവർ, അവരുടെ വാദം എന്താണ്? മാ നഅ്ബുദുഹും, നാം ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഇവർ നമ്മെ അല്ലാഹുവിനോട് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. നാം അവരോട് ദുആ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു മഹത്വമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അവർ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മക്കയിലെ കാഫിരീങ്ങൾ പറയുന്നത് അല്ലാഹു സൂറത്തു സുമറിൽ പറയുന്നതായി കാണാം. മക്കയിലെ കാഫിരീങ്ങൾ ഒരിക്കലും ഈ പറയുന്ന വിഗ്രഹങ്ങൾക്ക്, ലാത്തയാവട്ടെ മനാത്തയാവട്ടെ ഉസ്സയാവട്ടെ, ഈ വിഗ്രഹങ്ങൾക്കൊന്നും സ്വന്തമായി കഴിവുണ്ട് എന്ന് മക്കയിലെ കാഫിരീങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അവരുടെ വാദം എന്താണ്? ഇവ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും എന്നത് മാത്രമായിരുന്നു. ഇവ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. അതുകൊണ്ടാണ് അവരുടെ തൽബിയത്തിൽ അവരെന്ത് പറയും? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയതാ, നാം ഹജ്ജിന് വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരൻ ഒഴികെ. എന്താണ് ആ പങ്കുകാരന്റെ പ്രത്യേകത? അവന് സ്വന്തമായി കഴിവൊന്നുമില്ല, നീ ഉടമപ്പെടുത്തുന്നവനാണ്, അല്ലെങ്കിൽ നിന്റെ ഉടമസ്ഥതയിലാണ് അവൻ എന്ന് മക്കയിലെ കാഫിരീങ്ങൾ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കാഫിരീങ്ങളുടെ തൽബിയത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ മക്കയിലെ കാഫിരീങ്ങളുടെ വിശ്വാസമായിരുന്നു മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവർ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ അവരോട് ദുആ ചെയ്യുക എന്നത്. അതുകൊണ്ട് ഷിർക്കുൽ വസാഇദ് അല്ലെങ്കിൽ ഹുജ്ജത്തുൽ വുസതാ, ഈ കാര്യം പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം. കാരണം ആളുകളെ ഷിർക്കിലേക്ക് എത്തിക്കാൻ ഇന്ന് പല കെണികളും വ്യാപകമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു ശുബഹത്ത്. എന്തു പറയും? നമുക്ക് നേരിട്ട് റബ്ബിനോട് പറയാൻ പറ്റില്ല, നമ്മൾ പാപികളാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയും. നേരിട്ട് ഒരു മന്ത്രിയെ നമുക്ക് കാണാൻ പറ്റില്ല, ആദ്യം അദ്ദേഹത്തിന്റെ PA അരികിലേക്ക് പോകണം. അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് നേരിട്ട് പറ്റില്ല, നമ്മൾ പാപികളാണ്. അതിന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ വസീല നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ CM മടവൂരിലൂടെയാണ് അള്ളാഹുവിലേക്ക് നാം എത്തേണ്ടത് എന്നൊക്കെ ഇവർ പറയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം ഗൗരവത്തോടുകൂടി കാണുക, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. റബ്ബിലേക്ക് നമ്മെ എത്തിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരാളുടെയും ആവശ്യമില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു മധ്യസ്ഥരെ ഇടയിൽ വെച്ച് ദുആ ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? അള്ളാഹു പറയുന്നില്ലേ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന്? അള്ളാഹു പറയുന്നില്ലേ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറയുന്നു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരോട് നാം ദുആ ചെയ്യാൻ പോകുന്നത്? അള്ളാഹുവിന്റെ വാഗ്ദാനം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം ദുആ ചെയ്യുന്നത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്തിന് ഔലിയാക്കളോട് നാം ദുആ ചെയ്യണം? അതുകൊണ്ട് ഈ വാദം വളരെ അപകടം പിടിച്ച വാദമാണ്. മധ്യസ്ഥന്മാരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ആളുകളോട് ഇന്ന് ചോദിച്ചാൽ ചിലർ എന്താ പറയുക? ഞങ്ങൾ ആരും നേരിട്ട് ദുആ ചെയ്യുന്നില്ല. പക്ഷെ നേരിട്ട് പലപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വഴിതെറ്റിയവർക്ക് എന്തു പറ്റി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിലെ 36-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണ്. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണ്. ഈ വാദം വഹാബികളെ ഇബ്ലീസ് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്ന അർത്ഥത്തിൽ ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവാണ് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യസ്ഥന്മാരെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ആയത്തിൽ അള്ളാഹു മധ്യസ്ഥന്മാരെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിതാ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ മധ്യസ്ഥന്മാരെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷിർക്കിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാവുക. നിങ്ങൾ അവരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ഓതാനുള്ള ഒരു ആയത്ത് എന്തായിരിക്കും? അള്ളാഹു സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ ഒരു മാർഗം സ്വീകരിക്കുക എന്ന് അള്ളാഹു സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്ത് പറയും? ആ മാർഗമാണ് ഔലിയാക്കൾ, ആ മാർഗമാണ് ഈ സാലിഹീങ്ങൾ. തയ്യിബ്, അങ്ങനെ ഈ ആയത്തിൽ നിന്ന് സഹാബികൾ മനസ്സിലാക്കിയിരുന്നു. ഏതെങ്കിലും ഒരു സഹാബി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം,
അൽ വസീല ഐ അൽ ഖുർബ. വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇബാദത്തുകളാണ് അവിടെ ഉദ്ദേശം. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അത്തബരി റഹിമഹുല്ല പറയുന്നതായി കാണാം, ഉത്ലുബുൽ ഖുർബത ഇലൈഹി ബിൽ അമലി ബിമാ യുർദി. അള്ളാഹുവെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ആ ആയത്തിന്റെ ഉദ്ദേശം. അഥവാ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു സാലിഹിനെ, ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെ അതിനിടയിൽ മധ്യസ്ഥനാക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് സഹാബികളും താബിഈങ്ങളും അതിന് വിശദീകരണം നൽകുന്നു. ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, മുഫസ്സിരീങ്ങൾക്കിടയിൽ ആ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം നാം മുറുകെ പിടിക്കുക. സഹാബത്തിന്റെ മാർഗം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എപ്പോഴും നാം പറയുന്നത് ഫഹ്മുസ് സലഫ്, സലഫുസ് സാലിഹീങ്ങൾ, സഹാബികൾ എങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അതാണ് ഏറ്റവും വലിയ പ്രമാണം. സഹാബികൾ മനസ്സിലാക്കിയത് അത് നാം മുറുകെ പിടിക്കുക. ഒരായത്തിന് അവരൊരു വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ ആ വിശദീകരണം പിന്നെ നാം സ്വീകരിക്കാൻ പോകരുത്. മറിച്ച് സഹാബികളുടെ മാർഗം നാം മുറുകെ പിടിക്കുക. നാം അള്ളാഹുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞു ഖുദ്സിയായ ഹദീസിൽ, നിങ്ങൾ ഫർളുകൾ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹുവുമായിട്ട് അടുത്തുകൊണ്ടേയിരിക്കും. നാം അമലുകൾ ചെയ്ത് അള്ളാഹുവായിട്ട് അടുക്കുക. എന്തിനാണ് അതിനിടയിൽ മധ്യസ്ഥരുടെ ആവശ്യം? എന്തിനാണ് മധ്യസ്ഥരുടെ ആവശ്യം? അതിന്റെ ആവശ്യമില്ല. അടിമകളുടെ പ്രാർത്ഥന, ദുആ കേൾക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നാം അതൊക്കെ വിട്ടിട്ട് എന്തിനാണ് മധ്യസ്ഥരെ സ്വീകരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്? അതുകൊണ്ട് ആ വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക. ശേഷം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, യദുഉഹും, മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്നത്, വയസ്അലുഹുമുശ് ശഫാഅ, അതല്ലെങ്കിൽ അവരോട് ശുപാർശ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത്. ശുപാർശ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു പറയുന്നു, ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, എല്ലാ ശുപാർശയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉടമപ്പെടുത്തുന്നവൻ. അള്ളാഹുവിനോടാണ് ശുപാർശ ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ വയതവക്കലു അലൈഹിം, അള്ളാഹുവിൽ ഈ അടിമകളിൽ മധ്യസ്ഥരിൽ ബരമേൽപ്പിക്കുകയും ചെയ്താൽ കഫറ ഇജ്മാഅൻ, അവൻ കാഫിറാകുമെന്ന് ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു വെക്കുകയാണ്. നാം എപ്പോഴും ബരമേൽപ്പിക്കേണ്ടത് ആരിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ്. സൃഷ്ടികളിൽ യാതൊരു കാരണവശാലും ബരമേൽപ്പിക്കാൻ പാടില്ല. തവക്കുൽ എന്ന് പറയുന്നത് ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മദാരിജുസ് സാലിക്കീനിൽ പറഞ്ഞത്, തവക്കുൽ നഷ്ടപ്പെട്ടവന് ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടവനാണ്. ഒരു വ്യക്തിക്ക് തീരെ തവക്കുലില്ല, അങ്ങനെയാണെങ്കിൽ അവൻ മുഅ്മിനല്ല. തീരെ തവക്കുലില്ലാത്തവൻ മുഅ്മിനല്ല. അല്ലാഹു പറഞ്ഞു, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തവക്കുൽ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എങ്കിൽ അവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയല്ല. തവക്കുൽ എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്, ശുറൂത്തുകളിൽ പെട്ടതാണ്. ഷർത്ത് നഷ്ടപ്പെട്ടാൽ, തവക്കുൽ നഷ്ടപ്പെട്ടാൽ അവന്റെ ഈമാനാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ നാഖലായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നു, ഉറക്കു വരുന്നുണ്ട് എല്ലാവർക്കും? നല്ല നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് പലരും ആവിയിടുന്നുണ്ട്. എന്താ ചെയ്യുക നമ്മള്? ഉറക്കു വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നോ, എന്നിട്ട് ഇരുന്നോ, ഒന്ന് വേണമെന്ന് മാറിയിരുന്നോ. പക്ഷെ അത് കുറച്ചും കൂടെ ഉള്ളു, നമ്മളധികം നീട്ടൂല. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ. ഇനി ഞാൻ ഉറങ്ങുന്ന ആളുകളോട് ചോദിക്കുവേ, ആരും പ്രയാസപ്പെടരുത്, ഞാൻ ചോദിക്കും, ഞാൻ വിളിച്ചു ചോദിക്കും. തയ്യം. മൂന്നാമത്തെ നാഖലായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുകയാണ്, മല്ലം യുകഫിരിൽ മുശ്രിക്കീൻ, ആരെങ്കിലും മുശ്രിക്കീങ്ങളെ കാഫിറായി കാണുന്നില്ല എങ്കിൽ, ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ അവർ കാഫിറാണ് എന്ന കാര്യത്തിൽ സംശയിക്കുകയാണെങ്കിൽ, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവരുടെ മദ്ഹബ്, അവരുടെ വീക്ഷണം അത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ, കഫർ, അവൻ കാഫിറാകുന്നതാണ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മുശ്രിക്കിനെ കാഫിറാക്കാത്തവൻ, അല്ലെങ്കിൽ കാഫിറാക്കാതിരിക്കുക എന്ന പ്രവർത്തനം. രണ്ടാമത്തേത്, അവരുടെ വീക്ഷണം ശരിയാണെന്ന് മനസ്സിലാക്കുക എന്നതിനെ കുറിച്ച്. മൂന്നാമത്തേത്, അവരുടെ മദ്ഹബ് അത് ശരിയാണ് എന്ന് പറയുക. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ,
നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ് കലിമത്തു തൗഹീദ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. അല്ലാഹുവിന് പുറമെ ആരൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ബാത്തിലാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയാണ്, മുശ്രിക്കീങ്ങളെ കാഫിറാക്കാത്തവൻ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. ഉദാഹരണത്തിന് ജൂതന്മാർ, ക്രൈസ്തവ സമുദായം, അതുപോലെ തന്നെ സാധാരണ കാഫിരീങ്ങൾ, ഇസ്ലാം സ്വീകരിക്കാത്ത സാധാരണ കാഫിരീങ്ങൾ, ഇവരെ കുറിച്ചൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നു, ഇവർ ക്രൈസ്തവ സമൂഹമാവട്ടെ, ജൂതന്മാരാകട്ടെ, സാധാരണ മുശ്രിക്കീങ്ങൾ, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളാവട്ടെ, ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് വിശ്വസിക്കണം. അതൊന്നാമത്തെ ബാധ്യത. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാകും. ഇപ്പോൾ ഒരാൾ പറയാണ് ക്രൈസ്തവ സമൂഹം അവർ കാഫിരീങ്ങളല്ല, അങ്ങനെയാണെങ്കിൽ ആ പറയുന്നവൻ കാഫിറാണ്. ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അവർ കാഫിറാണെന്നോ അല്ല എന്നോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല, അവനും കാഫിറാണ്. ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ ഒരാൾ പറയാണ് അവരുടെ മതവും ശരിയാണ്, നമ്മുടെ മതവും ശരിയാണ്, അങ്ങനെയാണെങ്കിലും അവൻ കാഫിറാണ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്കും ശ്രദ്ധിക്കാം. അവരെ കാഫിറാക്കുക എന്നതിൽ ഇപ്പൊ ഒരു വ്യക്തി മുശ്രിക്കീങ്ങളെ കാഫിറാക്കുന്നില്ല, അപ്പൊ അവന്റെ പ്രവർത്തനം ഉൾക്കൊള്ളുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വാക്കുകളെയാണ് അവൻ നിഷേധിക്കുന്നത്. കാരണം അള്ളാഹു അവരെ കാഫിറാക്കിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അതുപോലെ ഒരു വ്യക്തി അവരുടെ കുഫറിൽ സംശയിക്കുകയാണ്, അവിടെയും അവൻ അള്ളാഹുവിന്റെ വാക്കുകളെയാണ് കളവാക്കുന്നത്. ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ത്രികേയത്വം പറയുന്ന ആളുകളെ അള്ളാഹു കാഫിറാക്കിയിരിക്കുന്നു. നസ്രാണികളെ, ക്രൈസ്തവ സമൂഹത്തെ. ഒരാൾ പറയാനില്ല, ഞാൻ അവർ കാഫിറാണെന്ന് അംഗീകരിക്കില്ല, അവരെ മുശ്രിക്കാക്കുകയില്ല, അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറാണ്. കാരണം അവൻ അള്ളാഹുവിന്റെ വാക്കിനെ കളവാക്കിയവനാണ്, ഖുർആനിനെ കളവാക്കിയവനാണ്. അല്ലെങ്കിൽ അവൻ പറയുകയാണ് എനിക്ക് അവരുടെ കുഫറിൽ സംശയമുണ്ട്, ഞാൻ അവരുടെ വിഷയത്തിൽ ഒന്നും മിണ്ടില്ല, അങ്ങനെ പറയുന്നവനും കാഫിറാണ്. ഔ സഹഹ മദ്ഹബഹും, മൂന്നാമതൊരാൾ പറയാണ് അവരുടെ മതവും ശരിയാണ്, നമ്മുടെ മതവും ശരിയാണ്, അല്ലെങ്കിൽ അവരുടെ മതം ശരിയാണെന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. അവരുടെ മതം ശരിയാക്കുന്നതിൽ രണ്ട് അപകടങ്ങളുണ്ട്. അവരെ കാഫിറാക്കാതിരിക്കുന്നതിലും അവരുടെ കുഫറിൽ സംശയിക്കുന്നതിലുമുള്ള അപകടം എന്താണ്? അള്ളാഹുവിന്റെ വാക്കുകളെ നിഷേധിക്കുക എന്നതാണ്. എന്നാൽ അവരുടെ മതം ശരിയാണെന്ന് വിശ്വസിക്കുന്നതിലുള്ള മറ്റൊരു അപകടം എന്താണ്? അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുക എന്നത്. ഒരു വ്യക്തി അവരുടെ മതം ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കിയവനാണ് ഇവൻ. അപ്പോൾ രണ്ട് അപകടങ്ങൾ അവനിലുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ വാക്കുകളെ അവൻ നിഷേധിച്ചു. രണ്ടാമത്തേത്, അള്ളാഹു ഹറാമാക്കിയതിനെ അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയതിനെ അവൻ ഹറാമാക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നേരെ തിരിച്ച്, അള്ളാഹു ഹറാമാക്കിയതിനെ അവൻ ഹലാലാക്കുകയും ചെയ്തു. ഇവിടെ ഈ വിഷയം, മുശ്രിക്കീങ്ങളെ നാം മുശ്രിക്കീങ്ങളായി കാണുക, ജൂതനസാറാക്കളെ അവർ മുശ്രിക്കീങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരുടെ കുഫറിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല. ഖാദി ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഷ്ശിഫയിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം, ആരെങ്കിലും ജൂതന്മാരുടെയും നസാറാക്കളുടെയും കുഫറിൽ സംശയിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു, അവൻ ആരാണ്? കാഫിറാണ്. അവൻ കാഫിറാണ്. അവനെ കാഫിറാക്കാത്തവനും കാഫിറാണ്. സുഹ്നൂൻ റഹിമഹുല്ലാ പറയുന്നതായി കാണാം, അജ്മഅൽ ഉലമാ, ഉലമാക്കൾ ഏക അഭിപ്രായക്കാരാണ്, അല അന്ന ശാതിമ റസൂലി കാഫിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവൻ കാഫിറാണ്. വമൻ ശക്ക ഫീ കുഫ്രിഹി കഫർ, അവൻ കാഫിറാണ് എന്നതിൽ സംശയിക്കുന്നവനും കാഫിറാണ് എന്ന് ഉലമാക്കൾ ഇജ്മാ ആയിട്ടുണ്ട് എന്ന് സുഹ്നൂൻ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. ഇതേ ആശയത്തിൽ ഇമാം ഇബ്നു ഉയൈന, അബൂ സുറഅത്ത് അർ-റാസി, അബൂ ഹാതിം അർ-റാസി തുടങ്ങിയ പണ്ഡിതന്മാരും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തയ്യിബ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷം, മുൻകഴിഞ്ഞ മതങ്ങൾ, ജൂതന്മാരാകട്ടെ ക്രൈസ്തവ സമൂഹമാകട്ടെ, നമ്മുടെ വിശ്വാസം എന്താണ്? അതൊക്കെ അതിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷം ജൂതമതമാണെങ്കിലും അതുപോലെ തന്നെ ക്രൈസ്തവ മതമാണെങ്കിലും നമ്മുടെ വിശ്വാസം എന്താണ്? അതൊക്കെ കാഫിരീങ്ങളിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അവരെയൊക്കെ നാം കാഫിറായിട്ട് തന്നെ കാണുകയും വേണം.
മുശ്രിക്കീങ്ങളെ, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ, അവരെ നാം മുശ്രിക്കായിട്ട് കാണണം. ജൂതന്മാരും അതുപോലെ തന്നെ കാഫിരീങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് അംഗീകരിക്കാത്തവരാണ് അവർ. ഇതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഒരു കാഫിറിനെ കാഫിറായി കാണാതിരിക്കുകയോ അവൻ്റെ കുഫറിൽ സംശയിക്കുകയോ അവൻ്റെ കാഴ്ചപ്പാട് ശരിയാക്കുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള വിഷയം ഇസ്ലാം സ്വീകരിക്കാത്ത വ്യക്തികൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു വ്യക്തി, മുസ്ലിമായ ഒരു വ്യക്തി, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നാം പറഞ്ഞ വിഷയം ഒരു കാഫിറിനെ കാഫിറായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു മസലയുണ്ട്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ടതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ വിഷയം ഇൻഷാ അള്ളാഹ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഉലമാക്കളോട് ചോദിച്ചു പറഞ്ഞു തരാം. ഒരു മുസ്ലിമായ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഷിർക്കൻ പ്രവർത്തനങ്ങൾ സംഭവിച്ചു പോയാൽ അവനെ കാഫിറാക്കുക അല്ലെങ്കിൽ അവനെ മുശ്രിക്കാക്കുക എന്ന വിഷയം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് വിശദീകരണമുണ്ട്. ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ വിശദീകരണമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം, ഒരു വാക്ക് എന്താകും? കുഫറാകും. പക്ഷേ അത് ചെയ്ത വ്യക്തി അവിടുന്ന് പറയേ കാഫിറാകില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പല സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിന് നാം ഉദാഹരണം ആരെയാ പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സുബുക്കി, അതുപോലെ തന്നെ ബക്കിരി, അതുപോലെ സർസൂരി, പിന്നെ വേറെ ആരാ പറഞ്ഞത്? നമ്മള് ഇഖ്നാഇ, പലരുടെയും നാം ഉദാഹരണം പറഞ്ഞു. അതുപോലെ വേറെ ഉദാഹരണം എന്താ പറഞ്ഞത്? ഇമാം അഹ്മദിന്റെ പ്രവർത്തനം നാം പറഞ്ഞു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടോ ആ കാര്യം? മനസ്സിലായോ? അതിനാണ് അഹ്ലുസുന്ന എന്ത് പറയുന്നത്? നൗഉം ഐനും തമ്മിൽ വേർതിരിക്കുക എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രവർത്തനം കുഫ്റാണ്, അത് ചെയ്തയാൾ കാഫിറാകണമെന്നില്ല. ഒരു പ്രവർത്തനം കുഫ്റാകും, അത് ചെയ്ത വ്യക്തികൾ കാഫിറാകണമെന്നില്ല. തയ്യിബ്, അത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഇതിന്റെ വിശദീകരണം നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ വ്യക്തി, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് ധാരാളം ആളുകൾ ഇന്ന് വന്ന് ശുഭഹത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആവർത്തിക്കുന്നത്. മുസ്ലിമായ വ്യക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മുസ്ലിമാവുക? മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെങ്കിൽ മുസ്ലിമാണ്, അതാണ് അവന്റെ അടിസ്ഥാനം. അതെല്ലാം മുസ്ലിമേ ആയിട്ടില്ല എന്ന് പറയുന്നത് ഹവയാണ്, ഒരു അടിസ്ഥാനമല്ല. അവൻ മുസ്ലിമാണ് എന്നുള്ളതാണ് അടിസ്ഥാനം. മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പയുടെയും മകളായി ജനിച്ചവളാണെങ്കിൽ അവർ മുസ്ലിമാണ് എന്നുള്ളതാണ് അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരു മുസ്ലിമിൽ നിന്ന് ഒരു ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം? ചില ഉലമാക്കൾ പറഞ്ഞു അവർ കുഫർ ചെയ്താൽ അവരെ ആ സമയം തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് തെളിവുകൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ കാഫിറായി പരിഗണിക്കണം. അഥവാ ഖുർആനും സുന്നത്തും ഒക്കെ അവരുടെ പരിസര പ്രദേശങ്ങളിലും അവർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ കാഫിറായി പരിഗണിക്കണം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ പറഞ്ഞതുപോലെ അങ്ങനെ കാഫിറാക്കി പരിഗണിക്കാൻ പറ്റില്ല, മറിച്ച് അവർക്ക് തെളിവുകൾ എത്തിച്ചു കൊടുക്കണം, അവരുടെ സംശയങ്ങൾ നീക്കി കൊടുക്കണം എന്നിങ്ങനെ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു. ഈ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞവർ ആരാണ്? അഹ്ലുസുന്നയുടെ ഉലമാക്കളാണ്. ഈ മസലക്ക് എന്താ പറയാ? അൽ-ഉദ്റു ബിൽ ജഹൽ എന്ന് ഈ മസലക്ക് പറയും. ഈ മസലയിൽ അഹ്ലുസുന്നക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഈ മസലയിൽ അഥവാ ഒരു വ്യക്തിയിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചാൽ അല്ലെങ്കിൽ കുഫ്ർ സംഭവിച്ചു പോയാൽ അവനെ അത് കാരണത്താൽ ഒഴിവ് നൽകുവോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ആരാ പറയുന്നത്? ഞാനല്ല, മറിച്ച് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം. ഏകദേശം ഉദ്റു ബിൽ ജഹലിന്റെ മസ്അല അദ്ദേഹം സമർത്ഥിക്കുകയും 20 പേജുകളിൽ അദ്ദേഹം ആ വിഷയം നന്നായി വിശദീകരിക്കുകയും ചെയ്ത ശേഷം 20 പേജുകളിൽ
കശ്ഫ് ശുബഹാത്തിന്റെ ഷറഹിൽ അദ്ദേഹം ഈ വിഷയം വിശദീകരിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, الاختلاف في مسألة العذر بالجهل كغيره من الاختلافات الفقهية الاجتهادية. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേ, الاختلاف في مسألة العذر بالجهل, ഉദ്ർ ബിൽ ജഹലിലുള്ള അഭിപ്രായ വ്യത്യാസം كغيره من الاختلافات الفقهية الاجتهادية, ബാക്കിയുള്ള ഫിഖ്ഹിയായ മസായിലുകളിലെ അഭിപ്രായ വ്യത്യാസം പോലെയാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാത്തിന്റെ ഷറഹിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ആരാണ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ആണ് പറയുന്നത് ഈ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയ്ക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അജ്വിബത്തുൻ അലൽ അസ്ഇലത്തുൽ കുവൈത്തിയ എന്ന കാസറ്റിൽ അദ്ദേഹം കുവൈത്തിലുള്ള ആളുകൾക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം ഈ വിഷയം പറയുന്നതായി കാണാം. ഉദ്ർ ബിൽ ജഹലിന്റെ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂന്നാമത്തേത് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗാറത്തുൽ അശ്രിത എന്ന കിതാബിൽ പറയുന്നു, ഖദ് ഇഖ്തലഫ അഹ്ലുസ് സുന്ന, അഹ്ലുസ് സുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫി ഹാദിഹിൽ ഖളിയ, ഈ കാര്യത്തിൽ, ഫി ശഅനിൽ ഉദ്ർ ബിൽ ജഹൽ, ഉദ്ർ ബിൽ ജഹലിന്റെ മസ്അലയിൽ, അഥവാ ശിർക്ക് സംഭവിച്ചു പോയാൽ, തൗഹീദിനെതിരായ പ്രവർത്തനങ്ങൾ സംഭവിച്ചു പോയാൽ അവനെ ഒറ്റയടിക്ക് ആ ടൈമിൽ തന്നെ അവനെ കാഫിറാക്കുമോ അതല്ല ഉദ്ർ നൽകപ്പെടുമോ എന്ന വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫി തൗഹീദി, തൗഹീദിന്റെ മസ്അലകളിൽ. ശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലദി യദ്ഹർ, അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്, അന്നഹു യുഅ്ദറു ബിൽ ജഹൽ, ഉദ്ർ കാരണത്താൽ അല്ലെങ്കിൽ ജഹൽ കാരണത്താൽ ഒഴിവ് നൽകപ്പെടുമെന്നുള്ളതാണ്. മൂന്നാമത്തെ പണ്ഡിതൻ ഷെയ്ഖ് മുഖ്ബിൽ. നാലാമത്തേത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അർക്കാനുസ് സ്വലാത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ പറയുകയാണ്, ഈ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തിനിടയിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ പറഞ്ഞതായി ചില ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ അതിന്റെ ആധികാരികതയെ ചിലർ തള്ളിക്കളയുകയും ചിലർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന വിഷയത്തിൽ ചില ചർച്ചകൾ നിലനിർത്തിയാൽ തന്നെ ബാക്കിയുള്ള ഈ പണ്ഡിതന്മാരെല്ലാവരും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി, ഷെയ്ഖ് മുഖ്ബിൽ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രിയപ്പെട്ടവരെ ഈ മസ്അല ഖിലാഫിയായ അഹ്ലുസ് സുന്നത്തിനിടയിൽ ഇജ്തിഹാദിയായ മസ്അലയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞോ? ഈ വിഷയം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസം? ഏതുപോലെ? ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണം എന്ന് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസം, അതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു. ഞാൻ പറയാണ്, അത്തഹിയ്യാത്തിൽ വിരൽ അനക്കേണ്ട ആവശ്യമില്ല, ഹദീസ് ദഈഫാണ്. നിങ്ങൾ പറയുന്നു, അല്ല, അത്തഹിയ്യാത്തിൽ വിരൽ അനക്കണം, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ നമ്മൾ പരസ്പരം തെറ്റാൻ പറ്റുമോ? പരസ്പരം തർക്കിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് അനുവദിക്കപ്പെടുക? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ, അൽ മുബാഹസതു ബിൽ ഹുജജൽ ഇൽമിയ, എനിക്ക് എന്റെ തെളിവുകൾ വെച്ച് എനിക്ക് പറയാം, എന്റെ പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഹദീസ് ദഈഫാണ്. നിങ്ങൾക്ക് പറയാം, അല്ല, നമുക്ക് ബോധ്യപ്പെട്ടത് ഹദീസ് സഹീഹാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അതിന്റെ പേരിൽ എനിക്ക് നിങ്ങളോട് ബന്ധം മുറിക്കാൻ പറ്റുമോ? പാടില്ല. അങ്ങനെ പാടില്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെയുള്ള മസ്അലയാണ് അൽ ഉദ്ർ ബിൽ ജഹലിന്റെ മസ്അല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്. ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ വീക്ഷണം നിങ്ങൾ മനസ്സിലാക്കിയോ? അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. തയ്യിബ്. ഇനി ഈ മസ്അലയോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഉദ്ർ ബിൽ ജഹലിന്റെ മസ്അലയോട് നാം എങ്ങനെ പെരുമാറണം? ഇത് കുറച്ച് വലിയൊരു ഫത്വയാണ്, അല്ലെങ്കിൽ സംസാരമാണ്. അതിന് ഇൻഷാ അല്ലാഹ് മസ്ലഹത്തുള്ളത് കൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. ഷെയ്ഖ് റബീഇനോട്, സമീപകാലം മരണപ്പെട്ട ഷെയ്ഖ് റബീഅ് ഇബ്നു ഹാദി ഇബ്നു ഉമൈർ അൽ മദ്ഖലി റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഈ ചോദ്യം വന്നു. അദ്ദേഹത്തിന്റെ ഫത്വ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ കാണാം. 2014 മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിനോട് വന്ന ചോദ്യം, ഉദ്ർ ബിൽ ജഹലിനെ കുറിച്ച് അദ്ദേഹത്തിന് ചോദ്യം വന്നു. എന്താണ് ഉദ്ർ ബിൽ ജഹൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൗഹീദിൽ പിഴവ് വന്നാൽ, ഒരുവനിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ അയാൾക്ക് ഒഴിവ് നൽകപ്പെടുമോ? എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, അറിവില്ലായ്മ, വ്യാഖ്യാനം, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഒഴിവ് നൽകപ്പെടുമോ? അതല്ല, അവനെ ഉടനടി തക്ഫീർ ചെയ്യുമോ എന്ന വിഷയത്തിൽ ഷെയ്ഖിനോട് ചോദ്യം വന്നു. ലാസ്റ്റ് ചോദിച്ചു.
ഇപ്പം ഇവിടെ ഷെയ്ഖ് റബീ ഹഫിദ് റഹിമഹുല്ലയോട് ഈ ചോദ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, ഹാദിഹിൽ മസ്അല, ഇത് ശരിക്ക് ചിന്തിക്കുക, നമുക്കൊരു നസീഹത്ത് കൂടിയാണ്. ഹാദിഹിൽ മസ്അല മസ്അലത്തുൽ ഉദ്രി ബിൽ ജഹൽ ഔ അദമുൽ ഉദ്രി ബിൽ ജഹലി, അറിവില്ലായ്മ കാരണത്താൽ ഉദ്ർ നൽകപ്പെടുമോ നൽകപ്പെടില്ലയോ എന്ന വിഷയത്തിൽ യർകുദു മിൻ വറാഇഹാ ഉനാസുൻ അഹ്ലു ഫിത്ന, അതിന്റെ പിന്നാലെ ഓടുന്നത് ഫിത്നയുടെ ആളുകളാണ്. ഷെയ്ഖ് റബീ പറയാം, ഉദ്ർ ബിൽ ജഹലിന്റെ പിന്നാലെ ഓടി അതിനിടയിൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക, ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുക, അത് ആരുടെ പണിയാണ്? അഹ്ലു ഫിത്ന, അതിന് ഫിത്നക്കാരുടെ പണിയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം? വയുരീദൂന, അവരുടെ ഉദ്ദേശം തഫ്രീഖ് അസ്സലഫിയീൻ, സലഫികളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. വളർബ ബഅളിഹിം ബിബഅളിൻ, അവർക്കിടയിൽ പരസ്പരം തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും കണ്ടതുപോലെ ഉദ്ർ ബിൽ ജഹലിന്റെ പേരിൽ ഫിഖ്ഹിയായ മസ്അല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ ആ മസ്അലയുടെ പേരിൽ എത്ര ആളുകൾക്കിടയിലാണ് ഭിന്നിപ്പുകൾ കാണുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, വഅന കുന്തു ഫിൽ മദീന, ഞാൻ ഒരിക്കൽ മദീനയിലായിരുന്നു. ഇത്തസല ബി റിയാൽ അസ്സഈദ്, റിയാൽ അസ്സഈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഷെയ്ഖ് റബീഇനെ ഫോൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹുനാ ഫി ത്വായിഫ്, ത്വായിഫിൽ ചില ആളുകളുണ്ട്, 50 ശാബൻ, ഏകദേശം 50ഓളം ആളുകൾ, കുല്ലുഹും യുകഫിറൂന അൽ അൽബാനി, അവരെല്ലാവരും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ കാഫിറായി പരിഗണിക്കുകയാണ്. ലിമാദ, എന്താണ് കാരണം? ലിയന്നഹു ലാ യുകഫിറുൽ ഖുബൂരിയീൻ, ഖുബൂരികളെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല കാഫിറാക്കാത്തതിന്റെ പേരിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എന്താ പറയുന്നത്? ഖുബൂരികൾ എല്ലാവരും കാഫിരീങ്ങളാണ്, അവരെ കാഫിറാക്കാത്തവരും കാഫിരീങ്ങളാണ് എന്ന വാദം നമുക്ക് നാട്ടിൽ ചിലർ പറയുന്നില്ലേ? പറയുന്നു. ഷെയ്ഖ് റബീ ഇവിടെ പറയാണ്, ഷെയ്ഖ് അൽബാനിയെ ചില ആളുകൾ കാഫിറാക്കി. എന്താണ് കാരണം? ലിയന്നഹു ലാ യുകഫിറുൽ ഖുബൂരിയീൻ, അദ്ദേഹം ഖുബൂരികളെ കാഫിറാക്കാത്തതിന്റെ പേരിൽ. വയഅ്ദുറുഹും ബിൽ ജഹ്ലി, അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഒഴിവ് നൽകുകയും ചെയ്യുന്നു എന്നതിന്റെ പേരിൽ. ശേഷം ഷെയ്ഖ് പറയാണ്, തയ്യിബ്, ആയിക്കോട്ടെ, ഹൗലാ, ഈ വിഭാഗം, യുകഫിറൂന ഇബ്നു തൈമിയ്യ വഇബ്നുൽ ഖയ്യിം വകസീറൻ മിനസ് സലഫ്, ഇങ്ങനെ പറയുന്ന ആളുകൾ ആരെയൊക്കെ തക്ഫീർ നടത്തേണ്ടി വരും? ഇബ്നു തൈമിയ്യയെ തക്ഫീർ നടത്തേണ്ടി വരും, ഇബ്നുൽ ഖയ്യിമിനെ തക്ഫീർ നടത്തേണ്ടി വരും. കാരണം അവർ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ ഒഴിവ് കൊടുത്തിട്ടില്ലേ? ശിർക്ക് ചെയ്ത എല്ലാവരെയും കാഫിറാക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുബുക്കിയെ കാഫിറാക്കിയിട്ടില്ല, ഇഖ്നാഇയെ കാഫിറാക്കിയിട്ടില്ല, ബക്കിരിയെ കാഫിറാക്കിയിട്ടില്ല, സർസൂരിയെ കാഫിറാക്കിയിട്ടില്ല. ഇവരൊക്കെ ശിർക്കിന്റെ വാദങ്ങൾ പറഞ്ഞിട്ടും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവർക്ക് ഉദ്ർ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് റബീഅ പറയാൻ, അങ്ങനെയാണെങ്കിൽ ഇക്കൂട്ടർ ഇബ്നു തൈമിയ്യയെ കാഫിറാണെന്ന് പറയേണ്ടി വരും, ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ച് കാഫിറാണെന്ന് പറയേണ്ടി വരും. ലിയന്നഹും യഅ്ദുറൂന ബിൽ ജഹ്ലി, അവരും അറിവില്ലായ്മ കാരണത്താൽ ഉദ്ർ കൊടുക്കുന്നുണ്ട്. ശേഷം ഷെയ്ഖ് പറയാൻ, ഈ ഒഴിവ് കൊടുക്കുന്ന ആളുകൾ എന്തിനാണ് ഒഴിവ് കൊടുക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഷിർക്കിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? ഇബ്നു തൈമിയ്യ ഷിർക്കിനെതിരിൽ പടപൊരുതിയ എത്ര ആളുകൾ ചരിത്രത്തിലുണ്ട്? വളരെ ചുരുക്കം ചിലരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയും തൗഹീദിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയായിരുന്നു ഇബ്നു തൈമിയ്യ. പിന്നെ എന്തുകൊണ്ടാണ് ഉദ്ർ കൊടുത്തത്? ലിഅദില്ലത്തിൻ ഇൻദഹും, അതിന് അവർക്ക് ചില തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഏതൊരു സമൂഹത്തെയും നാം ശിക്ഷിക്കണമെങ്കിൽ അവർക്ക് പ്രവാചകരെ എത്തിക്കുന്നത് വരെ നാം അവരെ ശിക്ഷിക്കുകയില്ല. പ്രവാചകർ വന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്താലല്ലാതെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവരുടെ തെളിവ്? തെളിവെത്തിയാൽ മാത്രമേ ഒരു വിഭാഗത്തെ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ. അറിവില്ലായ്മ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ തെളിവെത്തിയിട്ടില്ല. ന്യായീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾക്ക് ശരിയായ തെളിവ് ആ വിഷയത്തിൽ എത്തിയിട്ടില്ല. ഷെയ്ഖ് റബീഇന്റെ സംസാരമാണ്. ഷെയ്ഖ് റബീഅ പറയാണ്, അവർക്ക് അതിൽ തെളിവുണ്ട്. വനുസൂസുൻ ഉഖ്റ, വേറെയും തെളിവുകൾ അവർക്കുണ്ട്. ഫീഹ ദലാലത്തുൽ വാളിഹ, അതിൽ വ്യക്തമായി ഉദ്ർ കൊടുക്കാമെന്ന തെളിവ് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഉദ്ർ കൊടുക്കുന്നത്. ശേഷം അദ്ദേഹം ധാരാളം തെളിവുകൾ ഉദ്ധരിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, വനുസൂസുൻ ഉഖ്റ തദുല്ലു അലാ അന്നൽ മുസ്ലിം, വേറെയും ചില തെളിവുകളുണ്ട്. അലാ അന്നൽ മുസ്ലിമ, ഒരു മുസ്ലിമായ വ്യക്തി, ലാ യുകഫറു ബിശൈഇൻ മിനൽ കുഫ്രി വഖഅ ഫീഹി, ഏതെങ്കിലും ഒരു കുഫർ സംഭവിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. നഖൂലു, നാം എന്ത് പറയും? വഖഅ ഫിൽ കുഫ്രി, അവൻ കുഫർ ചെയ്തവനാണ് അല്ലെങ്കിൽ കുഫറിൽ അകപ്പെട്ടവനാണ് എന്ന് നാം പറയും. ഹാദാ കുഫ്റുൻ വഖഅ ഫീഹി അൻ ജഹ്ലിൻ മസല, ഇത് കുഫറാണ്, അയാൾക്ക് അറിവില്ലായ്മ കാരണത്താൽ ഈ കുഫറിൽ ആ വ്യക്തി വീണുപോയി എന്ന് നാം പറയും.
ഫലാ നുകഫിറുഹു, അവനെ നാം തക്ഫീർ നടത്തുകയില്ല, ഹത്താ നുബയ്യിന ലഹുൽ ഹുജ്ജ, ആ വ്യക്തിക്ക് നാം തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ, വനുഖീമ അലൈഹിൽ ഹുജ്ജ, ആ വ്യക്തിയുടെ മേൽ തെളിവുകളെ സ്ഥാപിക്കുന്നത് വരെ, ഫൈദാ ആനദ, ഇത് കേട്ടിട്ടും അയാൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ കഫർന, ആ സമയത്താണ് അദ്ദേഹത്തെ കാഫിറാക്കുക എന്ന് ഷെയ്ഖ് റബീഅ ഹഫിള് റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരുന്നു ഈ ഉലമാക്കൾ കുഫ്ർ സംഭവിച്ചവർക്ക് ഉദ്ർ നൽകിയിരുന്നത്? ഈ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. അതല്ലാതെ അവർക്ക് കുഫ്റിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചില ആളുകൾ ചോദിക്കുന്നത് പോലെ, കള്ളു കുടിക്കുന്നവൻ കള്ളുകുടിയനാണെന്ന് പറയുന്നില്ലേ, മോഷ്ടിച്ചവനെ കുറിച്ച് അവൻ കള്ളനാണെന്ന് പറയുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാ കുഫ്ർ ചെയ്തവനെ കുറിച്ച് കാഫിറാണെന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ ഉലമാക്കൾ പറയാത്തത്? അവർക്ക് തെളിവുള്ളത് കൊണ്ടാണ്. ഈ ആയത്തുകൾ അവരുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ്. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ നുസൂസുകളെ നോക്കിക്കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾക്ക് അവർ അഹ്കാമുകൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉലമാക്കൾ അവർക്ക് ഉദ്ർ നൽകിയത്. ശേഷം ഷെയ്ഖ് റബീഅ പറയുകയാണ്, തുടരുകയാണ്, വഹാദൽ ഖൗലു, ഈ വാദം അഥവാ ഉദ്ർ ഇല്ല എന്ന വാദം, അലൈഹി കസീറു മിൻ അഇമ്മത്തിൽ ഉലമാഇ ഫീ നജ്ദ്, നജ്ദിലുള്ള പല പണ്ഡിതന്മാരും, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പേരക്കുട്ടികളും മറ്റുമൊക്കെ ഈ അഭിപ്രായം സ്വീകരിച്ച ധാരാളം ആളുകളുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, വബഅദുഹും യതനാഖളു കലാമുഹു മററതൻ വബഅദുഹും യതനാഖളു കലാമു, ചില ആളുകളുടെ സംസാരത്തിൽ രണ്ടഭിപ്രായങ്ങളും കാണാം. മററതൻ യശ്തരിതു ഇഖാമത്തുൽ ഹുജ്ജ, ചിലപ്പോൾ അവർ പറയും ഒരു മുസ്ലിമിനെ തെളിവ് സ്ഥാപിക്കാതെ തക്ഫീർ നടത്താൻ പാടില്ല. വമററതൻ യഖൂൽ, ചിലപ്പോൾ അവർ പറയും ലാ യുഅ്ദറു ബിൽ ജഹ്ലി, ജഹല് കാരണത്താൽ ഉദ്ർ നൽകപ്പെടുകയില്ല. ശേഷം ഷെയ്ഖ് റബീഅ പറയാണ്, ഫയതഅല്ലഖു ഉനാസുൻ ബിഅഖ്വാലി മൻ ലാ യഅ്ദറു ബിൽ ജഹ്ലി വയഹ്മിലു النصوص الواضحة في اشتراط قيام الحجة وأنه لا يكفر المسلم الذي وقع في مكفر حتى تقام عليه الحجة. ഷെയ്ഖ് റബീഅ പറയാണ്, ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ എടുക്കുകയും ബാക്കിയുള്ള പണ്ഡിതന്മാരെയൊക്കെ ഒഴിവാക്കി ഉദ്ർ നൽകപ്പെടും എന്ന് പറയുന്ന നുസൂസുകളെയും ഒഴിവാക്കി ചില ആളുകൾ പെരുമാറുകയാണ്. ശേഷം ഷെയ്ഖ് പറയുന്നു, അഹ്ലുസുന്നക്കിടയിലുള്ള സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് ഷെയ്ഖ് റബീഅ ഇവിടെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കുന്തു അഅരിഫു, എനിക്കറിയാമായിരുന്നു, ഷെയ്ഖൻ ഫാളിലൻ, ഒരു നല്ല ഒരു പണ്ഡിതനെ എനിക്കറിയാമായിരുന്നു, ലാ യഅ്ദുറു ബിൽ ജഹൽ, അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ഉദ്ർ ജഹൽ അനുസരിച്ച്, അല്ലെങ്കിൽ ജഹൽ ഉണ്ടെങ്കിൽ ഉദ്ർ നൽകപ്പെടില്ല എന്ന അഭിപ്രായമായിരുന്നു. അഥവാ കുഫ്ർ ചെയ്തവനെ പെട്ടെന്ന് കാഫിർ എന്ന് വിളിക്കണം, കാഫിറാക്കാം എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വനഹ്നു വല്ലാഹി നദ്റുസു ഫീ സാമിത, ഞങ്ങൾ സാമിതയിൽ പഠിക്കുന്ന കാലം, അഥവാ ജിസാനിന്റെ ഭാഗത്ത് ഷെയ്ഖ് പഠിക്കുന്ന കാലം, വസാറനാ ഹാദ ഷെയ്ഖ്, ഈ പണ്ഡിതൻ അഥവാ ഉദ്ർ നൽകാത്ത ഈ പണ്ഡിതൻ നമ്മുടെ അരികിലേക്ക് വന്നു. വയഹ്മിലു ഹാദിഹിൽ ഫിക്ര, അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണ്? ഒരു മുസ്ലിമിന് കുഫർ സംഭവിച്ചാൽ ഉദ്ർ ഇല്ല എന്നുള്ളതാണ്. ലാകിന്നഹു, നോക്കൂ നിങ്ങൾ ഉലമാക്കളുടെ സ്വഭാവം, ലാകിന്നഹു, പക്ഷെ ആ ഉദ്ർ നൽകാത്ത ആ വ്യക്തി മാ കാന യുസീറുൽ ഫിതൻ, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. വലാ യുനാഖിഷ്, ആരോടും തർക്കിക്കാൻ പോകാറില്ല. വലാ യുജാദിൽ, അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വലാ യുദല്ലിലു മൻ യഅ്ദുറു ബിൽ ജഹൽ, ജഹൽ കാരണത്താൽ ഉദ്ർ നൽകിയ ആളുകളെ അവർ പിഴച്ചവരാണ് എന്ന് പറയാറുമില്ല. കാരണം ആ പണ്ഡിതൻ അറിയാം ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്ക് വീക്ഷണ വ്യത്യാസമുണ്ട്, രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളത് ആ പണ്ഡിതൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം അവരെ ദലാലത്തോ മറ്റോ ആക്ഷേപിച്ചിട്ടില്ല. ശേഷം അദ്ദേഹം പറയുന്നു, വഇശ്നാ നഹ്നു വഇയ്യാഹു അസ്ദിഖാ ഖുറാബത 40 സന, 40 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും നല്ല സൗഹൃദത്തിൽ ജീവിച്ചവരാണ്. വഖദ് മാത മിൻ അഹ്ദിൻ ഖരീബ്, സമീപകാലത്താണ് അവർ മരണപ്പെട്ടത് എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ശേഷം അദ്ദേഹം പറയുകയാണ്, വജലസ്തു മറത്തൻ ഫി അഹദിൽ മജാലിസ്, ഞാൻ ഒരിക്കൽ ഒരു സദസ്സിൽ ചില ആളുകളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വവാഹിദുൻ യുഖർറിറു അദമൽ ഉദ്രി ബിൽ ജഹൽ, ആ സദസ്സിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം ഉദ്ർ ഇല്ല എന്നുള്ളതാണ്, ജഹൽ കാരണം ഉദ്ർ ഇല്ല എന്നുള്ളതാണ്. ഫദകർതു ലഹു ഹാദിഹിൽ അദില്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ തെളിവുകൾ ഈ വിഷയത്തിൽ ഉദ്ർ ഉണ്ട് എന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്. വദകർതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന ഉലമാ ഫി നജ്ദ് യഅരിഫു ബഅദുഹും ബഅദാ, നജ്ദിലെ ഉലമാക്കൾ അവർ പരസ്പരം ബന്ധമുള്ളവരാണ്. ബഅദുഹും യഅ്ദുറു ബിൽ ജഹൽ, അതിൽ ചില ആളുകൾ ഉദ്ർ നൽകുന്നവരുണ്ട്. വബഅദുഹും ലാ യഅ്ദുർ, ചില ആളുകൾ ഉദ്ർ നൽകാത്തവരുണ്ട്. വഹും മുതആഖൂൻ, അവർ പരസ്പരം സഹോദരങ്ങളാണ്. ലൈസ ഹുനാക ഖിലാഫാത്ത്, അവർക്കിടയിൽ തർക്കങ്ങളില്ല. വലാ ഖുസൂമാത്ത്, പരസ്പരം അനാവശ്യമായ ചർച്ചകളില്ല. വലാ ഇശാഅത്ത്, ഒരാൾ മറ്റൊരാളെ കുറിച്ച് മോശമായ പ്രചാരണങ്ങൾ നടത്തുന്നില്ല. മറിച്ച് അവർ പരസ്പരം സഹോദരങ്ങളെ പോലെ ജീവിക്കുകയാണ് എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ല പറയുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, ഫസകത ഫലം യുജാദിൽ,
ഷെയ്ഖിന്റെ മജ്ലിസിലുണ്ടായ ആ വ്യക്തി പിന്നെ വേറൊന്നും ഷെയ്ഖിനോട് സംസാരിക്കാൻ നിന്നിട്ടില്ല. ശേഷം ഷെയ്ഖ് പറയുകയാണ്, വനഹ്നു നഅരിഫു, നമുക്കറിയാം, അന്നൽ ഖിലാഫ ഹാദാ വാഖിഉൻ ഫീ നജ്ദ് ബൈന ബഅദിൽ മശായിഖ് വഗൈരിഹിം, നമുക്ക് നന്നായിട്ട് അറിയാം നജ്ദിലെ ഉലമാക്കളും ബാക്കിയുള്ള പല മശായിഖന്മാരും ഉദ്ർ ബിൽ ജഹലിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. വലാകിൻ ലാ ഖുസൂമ, പക്ഷെ അവർക്കിടയിൽ തർക്കങ്ങളില്ല. വലാ തദ്ലീൽ, ഒരു പണ്ഡിതൻ മറ്റേ പണ്ഡിതനെ കുറിച്ച് അവൻ പിഴച്ചവനാണെന്ന് പറയുന്നില്ല. വലാ ഹർബ്, അതിനുവേണ്ടി യുദ്ധങ്ങൾ നടത്തുന്നില്ല, എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നില്ല. വലാ ഫിതൻ, ഒരു ഫിത്നയും അവരുണ്ടാക്കുന്നില്ല. ശേഷം ഷെയ്ഖ് പറയുന്നു, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ശേഷം ഷെയ്ഖ് പറയാണ്, ഈ ഫിത്ന ഉണ്ടാക്കുന്നവരാരാണ്? അഥവാ ഞാൻ മനസ്സിലാക്കിയ വാദം അതേ ഇവിടെ ശരിയുള്ളൂ, ഞാൻ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പിഴച്ചവരാണ്. ഞാൻ ഉദ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്റില്ല എന്ന് സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഈ കൂട്ടർ, അവരെ കുറിച്ച് ഷെയ്ഖ് പറയുകയാണ്, വഇന്നമാ ഹാദിഹി തരീഖത്തുൽ ഹദ്ദാദിയ്യ യാ ഇഖ്വാൻ, ഇത് ഹദ്ദാദികളുടെ രീതിയാണ്, അഹ്ലുസുന്നയുടെ രീതിയല്ല. ഫിഖ്ഹിയായ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഫിഖ്ഹിയായ ഖിലാഫ് പോലെയുള്ള ഒരു ഖിലാഫിൽ പരസ്പരം തർക്കിക്കുകയും അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയും മറ്റുള്ളവർ തന്റെ അഭിപ്രായം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ അവരെ തക്ഫീർ നടത്തുകയും തദ്ലീൽ നടത്തുകയും ചെയ്യുന്ന രീതി ഹദ്ദാദികളുടെ രീതിയാണ്. ശേഷം ഷെയ്ഖ് പറയുന്നു, അൽ ഫിഅത്തുൽ ഹദ്ദാദിയ്യ, ഹദ്ദാദിയായ ആളുകൾ, അൽ മാകിറ, കുതന്ത്രങ്ങൾ പയറ്റുന്നവർ, അല്ലാഹ് പിഴച്ച ആളുകൾ, ഉൻശിഅത് ലിഇസാറത്തിൽ ഫിതൻ ബൈന അഹ്ലി സുന്ന വളർബി ബഅദിഹിം ബിബഅദ്, അവർ ഈ ആശയങ്ങൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? അഹ്ലുസുന്നക്കടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മസലയിൽ നിങ്ങളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് സ്വീകരിക്കാം. ഉദ്ർ ഇല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ എതിരഭിപ്രായം പറയുന്നവനോട് ഈ ബഹുമാനം, ഷെയ്ഖ് റബീഅ പറഞ്ഞതുപോലെ അഹ്ലുസുന്നക്കടയിലുള്ള ഈ ബഹുമാനം പരസ്പരം തദ്ലീൽ നടത്താതെ, ഒരു അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു, എനിക്ക് എന്റെ അഭിപ്രായം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ അഹ്ലുസുന്ന കണ്ടതുപോലെ ഈ മസലയെ നോക്കിക്കാണാൻ നാം ശ്രമിക്കണം. ശേഷം ഷെയ്ഖ് പറയുകയാണ്, ഇവർ സലഫികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. വഹും തക്ഫീരിയൂൻ മുതസത്തിറൂൻ, അവർ ഈ തക്ഫീറിന്റെ ഫിത്നയിൽ അകപ്പെട്ടവരാണ്. പക്ഷേ അവർ അവരുടെ യഥാർത്ഥ മുഖം ആളുകളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നു. കാരണം നേരത്തെ ഷെയ്ഖ് പറഞ്ഞതുപോലെ അവരുടെ ഉദ്ദേശം അഹ്ലുസുന്നക്കടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. വഇൻദഹും ബലായ ഉഖ്റ, അവർക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ വേറെയും ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് ഷെയ്ഖ് ഇവിടെ പറയുന്നു. ഷെയ്ഖിന്റെ സംസാരം തുടരുകയാണ്. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, മദ്ഹബു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം, വഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിമിന്റെയും അഭിപ്രായം, ഖായിമുൻ അലൽ ഹുജജി വൽ ബറാഹീൻ, അത് തെളിവുകളിൽ അധിഷ്ഠിതമാണ്. വഹുവ മദ്ഹബുസ് സലഫി ഇൻഷാ അല്ലാഹ്, അതാണ് മുൻഗാമികളുടെ അഭിപ്രായം. കാരണം നാം നേരത്തെ ഇമാം അഹ്മദിന്റെ ഒക്കെ അഭിപ്രായം പറഞ്ഞു, അവർ ഉദ്ർ നൽകുന്നവരായിരുന്നു. വമൻ തബന്ന, അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, ആരെങ്കിലും ഒരു അഭിപ്രായം വമൻ തബന്ന വഖ്തനഅ ബിഗൈരി ഹാദാ, ഇനി ആരെങ്കിലും അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയാണ് ഉദ്റില്ല, ഫസകത, അവൻ മിണ്ടാതിരുന്നാൽ, മാലനാ ശുഗ്ലുൻ ഫീഹി, ഉദ്റില്ല എന്നൊരു അഭിപ്രായം സ്വീകരിച്ച് അവൻ അവിടെ മിണ്ടാതിരുന്നാൽ നമുക്കൊരു പരാതിയുമില്ല. ലാകിൻ യദ്ഹബ് യുസീറുൽ ഫിതൻ വയുദല്ലിൽ വയുകഫിർ ഫലാ വല്ലാഹി ലാ യുസ്കതു അൻ, എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയും ആളുകളെ തക്ഫീർ നടത്തുകയും ആളുകളെ ദലാലത്ത് ആരോപിക്കുകയും ചെയ്താൽ ഒരിക്കലും മിണ്ടാതിരിക്കാൻ സാധ്യമല്ല എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ലാ ഇവിടെ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്ന ഈ വിഷയത്തിൽ എടുത്ത നിലപാട്, രണ്ടുപേർക്ക് അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേഹേച്ഛയെ പിൻപറ്റുന്നില്ല എങ്കിൽ ഏതൊരു അഭിപ്രായവും സ്വീകരിക്കാം, ഏതഭിപ്രായവും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം. പക്ഷേ ഒരു അഭിപ്രായം സ്വീകരിച്ചാൽ അത് മാത്രമാണ് ശരി എന്നൊരു കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. ശേഷം ഷെയ്ഖ് പറയുന്നു, മർറ അലൈക്കും ദുഹൂർ മിൻ അഹ്ദിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇലാ വഖ്തിനാ ഹാദാ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ ഇന്ന് വരെ എത്രയെത്ര കാലങ്ങൾ കഴിഞ്ഞുപോയി. ലൈസ ഹുനാക സിറാഅത്തുൻ ബൈനഹും ഫിൽ ഖദിയതി ഹാദിഹി അബദ, ഇതുവരെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലദി ഇജ്തഹദ വറഅ ഹാദൽ മദ്ഹബ് സകത വമശ, ഒരുവന് ഉദ്ർ ഉണ്ട് എന്ന് തോന്നിയാൽ അവൻ അഭിപ്രായം സ്വീകരിക്കും, അവൻ മിണ്ടാതിരിക്കും, അവന്റെ കാലം കഴിഞ്ഞു. ഖററഹു ഫീ കിതാബിഹി വനശറഹു ഫഖദ്, അവന്റെ കിതാബുകളിൽ ഈ ആശയം പറയും, അവന്റെ സംസാരങ്ങളിൽ ഈ ആശയം പറയും. വല്ലദീ യുഖാലിഫുഹു മശ, അവനെതിരായ അഭിപ്രായം പറയുന്നവർ, ഉദ്റില്ല എന്ന് പറയുന്നവർ, അവർ അവരുടെ അഭിപ്രായം സ്വീകരിക്കും. കുല്ലുഹും ഇഖ്വ, അവർ തമ്മിൽ സഹോദരങ്ങളെ പോലെയായിരുന്നു. ലൈസ ബൈനഹും ഖിലാഫാത്ത്, അവർക്കിടയിൽ തർക്കങ്ങളില്ല. വലാ ഖുസൂമാത്ത്, അനാവശ്യ ചർച്ചകളില്ല. വലാ അഹദ് യുദല്ലിലു അഹദ, ഒരാളും മറ്റൊരാളെ കുറിച്ച് അവൻ പിഴച്ചവനാണെന്ന് പറയില്ല. വലാ യുകഫിറു, ഒരാളും മറ്റൊരാളെ കുറിച്ച് അവൻ
കാഫിറാണെന്ന് പറയില്ല. അമ്മാ ഹൗലാഇ യുകഫിറൂൻ, എന്നാൽ ഇന്ന് ഈ വാദവുമായി വന്ന ആളുകളാകട്ടെ മറ്റുള്ളവരെ കാഫിറാക്കുകയാണ് എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ശേഷം അദ്ദേഹം നമ്മോട് പറയുന്നു, വഅന അൻസഹു ശബാബ അസ്സലഫി, സലഫികളോട് എന്റെ നസീഹത്ത് അല്ലാ യഖൂദു ഫി ഹാദൽ അംർ, നിങ്ങൾ ഈ വിഷയത്തിൽ അനാവശ്യമായി സമയം ചെലവഴിക്കരുത്. ബാറകല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സംസാരം നിർത്തുന്നതായി നമുക്ക് കാണാം. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്റില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാം. ഇനി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ ചെയ്യുന്നത് പോലെ അവർ ഉദ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കാത്ത ആളുകളൊക്കെ കാഫിരീങ്ങൾ. അതൊരിക്കലും അഹ്ലുസുന്നയുടെ നിലപാടല്ല. അവർ ഹദ്ദാദികളാണ്. അവരുടെ നിലപാടുകൾ ഹദ്ദാദി നിലപാടാണ്. ഷെയ്ഖ് റബീഅ പറഞ്ഞതുപോലെ അവർ മുതസത്തിരീങ്ങളാണ്. അവരുടെ ഉദ്ദേശം സലഫികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗം വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ അവരുടെ ശുബഹത്തുകളിൽ അകപ്പെട്ടവരുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഒന്നുകൂടി അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ നിലപാടുകളിലേക്ക് നോക്കുക. നിങ്ങൾ നോക്കൂ, ഉദ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു ഉദ്റില്ല. ഷെയ്ഖ് ഫൗസാൻ പറയുന്നു ഉദ്റില്ല. ഉദ്റുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു ഉദ്റുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഉദ്റില്ല എന്ന് പറയുന്നവർ എന്ത് തെളിവാണ് അവർക്ക് സ്ഥാപിക്കാനുള്ളത് എന്ന് വരെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ചോദിക്കുന്നുണ്ട്. രണ്ടഭിപ്രായം സ്വീകരിക്കുന്നതല്ല എന്റെ വിഷയം, മറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് എങ്ങനെയാണ് ഇബ്നു ഉസൈമീനെ നോക്കി കണ്ടത്? എപ്പോഴെങ്കിലും ഉദ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും? ഷെയ്ഖ് റബീഅ ഉദ്റുണ്ട് എന്ന അഭിപ്രായമാണ്, നിങ്ങൾ ഇവിടെ കേട്ടതുപോലെ. ഷെയ്ഖ് ഫൗസാൻ ഉദ്റില്ല എന്ന അഭിപ്രായമാണ്. ഷെയ്ഖ് റബീഅ മരണപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഫൗസാൻ അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുന്നു. എത്രയെത്ര സിയാറകൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഇമാം, അദ്ദേഹം എത്ര തവണ ഷെയ്ഖ് റബീഅനെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. എത്ര തവണ അദ്ദേഹത്തെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് റബീഅന് ഉദ്ർ നൽകുന്നവരാണ് എന്ന് ഷെയ്ഖ് ഫൗസാൻ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഈ സ്നേഹം? അവർ സംസാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഉദ്റുണ്ട് എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി റഹിമഹുല്ലാ ഉദ്റുണ്ട് എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ ഉദ്റുണ്ട് എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഇങ്ങനെ അനേകം ഉലമാക്കൾ. പക്ഷെ അവർക്കിടയിൽ എന്തായിരുന്നു ബഹുമാനം? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയും ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദും തമ്മിൽ നടക്കുന്ന ചർച്ച നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഒരു 36 മിനിറ്റുള്ള ശനിയാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ചുള്ള ചർച്ച. എത്രമാത്രം ബഹുമാനമായിരുന്നു അവർ തമ്മിൽ. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഉദ്റില്ല, ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം അനുസരിച്ച് ഉദ്റുണ്ട്. പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇന്ന് ഈ വിഷയത്തിൽ ഫിത്ന വന്നിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് പറയട്ടെ, ഈ വിഷയത്തിൽ ആരെങ്കിലും അനാവശ്യമായി തന്റെ സഹോദരങ്ങളോട് പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ, ഈ വിഷയത്തിൽ തന്റെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ മറ്റുള്ളവരെ മോശമായ പേരുകൾ വെച്ച് ആരോപിച്ചിട്ടുണ്ട് എങ്കിൽ അവർ അവരുടെ ഈമാൻ പരിശോധിക്കുക. മാത്രമല്ല, ഈ മസലകളിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. ഈ മസലകളിൽ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലും മറ്റും ഉദ്റില്ല എന്ന് പറഞ്ഞ് ചില സംസാരങ്ങൾ പുറത്തേക്ക് ഇറക്കുന്ന ആളുകൾ, അവരുടെ നിലപാടുകൾ നിങ്ങൾ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് എവിടെയാണ് തൗഹീദി ദഅവത്തിൽ പങ്കുള്ളത്? നാട്ടുകാരെ മൊത്തത്തിൽ കാഫിറാക്കുകയും ദായിമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില സഹോദരങ്ങളെ അടക്കം കാഫിറാക്കുകയും ചെയ്ത ചിലരൊക്കെ അവരെവിടെയാണ് ഇവിടെ തൗഹീദി ദഅവത്ത് നടത്തിയിട്ടുള്ളത്? അവരിൽപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മുടെ ഒരു സഹോദരൻ ഒരിക്കൽ ചോദിച്ചു, ഇന്ന വ്യക്തിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം കാഫിറാണ്. ഒരു ദാഇയെ കുറിച്ച് അദ്ദേഹം കാഫിറാണ്. ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഫിഖ്ഹിയായ ചില വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നൊക്കെ കേട്ട് പഠിക്കാറുണ്ട്, ഇനി മുതൽ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയും പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ആളുകളെ കാഫിറാക്കാനും മറ്റൊക്കെ എനിക്കറിയാമെന്നല്ലാതെ ഞാൻ എവിടെയും പഠിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ എവിടെയും ഫിഖ് പഠിച്ചിട്ടില്ല. കാഫിറാക്കാർ എന്ന് പറഞ്ഞല്ല എന്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയും ഫിഖ് പഠിച്ചിട്ടില്ല, മറിച്ച് ഞാൻ ഇങ്ങനത്തെ വലിയ വലിയ വിഷയങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ. ആളുകളെ കാഫിറാക്കുക, മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക. എന്നിട്ടോ അവന്റെ വാദം സ്വീകരിക്കാത്ത ആളുകളൊക്കെ കാഫിരീങ്ങൾ, ആ വാദം സ്വീകരിക്കാത്ത ആളുകളൊക്കെ കാഫിരീങ്ങൾ. കാരണം എന്താ? അവന് ഉദ്ർ നൽകുന്നില്ല. ആ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കണം. ഇതെന്ത് നിലപാടാണ്? ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് എവിടെയും ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ച് ഷെയ്ഖ് അബ്ദുല്ലാ ഇബ്നു അബാ ബുത്തീൻ റഹിമഹുല്ലാ സംസാരിക്കുന്നതായി കാണാം. നജ്ദിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്റില്ല എന്ന് പറയുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ തക്ഫീറിന്റെ വിഷയം പറയുമ്പോൾ, വമിനൽ അജബ്, വലിയ അത്ഭുതമാണ്. അദ്ദേഹം ഉദ്റില്ല എന്ന് പറയുന്ന പണ്ഡിതനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമിനൽ അജബ്, അത്ഭുതമാണ്, അന്ന അഹദ ഹഉലാ, ഇവരിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ, ഇങ്ങനെ ഈ തക്ഫീറുമായി നടക്കുന്നവൻ, ലൗ സുഇല അൻ മസ്അലത്തിൻ ഫി ത്വഹാറ,
അവനോട് ശുദ്ധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കപ്പെട്ടാൽ, അവിൽ ബൈഇ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഹുക്മിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, വനഹ്വിഹിമ അതുപോലുള്ള മസല ചോദിക്കപ്പെട്ടാൽ, ലം യുഫ്തി ബിമുജറദി ഫഹ്മി അവന്റെ ചിന്താഗതി കൊണ്ട് അവൻ മറുപടി പറയാൻ അവൻ അറിയില്ല, അല്ലെങ്കിൽ അവൻ അതറിയില്ല. വസ്തിഹ്സാനി അഖ്ലി ബൽ യബ്ഹസു അൻ കലാമിൽ ഉലമാ അവൻ അവിടെ എന്ത് ചെയ്യും? അവനോട് ആരെങ്കിലും ഒരു കച്ചവട ഇടപാടിനെ കുറിച്ച് ചോദിച്ചാൽ ഉലമാക്കൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അവൻ നോക്കും. വയുഫ്തി ബിമാ ഖാലു അവരുടെ വാക്കുകൾ അനുസരിച്ചാണ് ഇവൻ ഫത്വ നൽകുക. വകൈഫ യഅ്തമിദു ഫീ ഹാദൽ അംറിൽ അളീം الذي هو أعظم أمور الدين وأشدها خطرا على مجرد فهمه واستحسانه. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഗൗരവമുള്ള ഒരാളെ മുസ്ലിമാക്കുന്ന കാഫിറാക്കുന്ന മസലയിൽ അവന്റെ ബുദ്ധി അനുസരിച്ച് അവൻ സംസാരിക്കുക എന്ന് ഷെയ്ഖ് അബ്ദുല്ലാ ഇബ്നു അബാ ബുതൈൻ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ശേഷം അദ്ദേഹം പറയുന്നു, ഫയാ മുസീബത്തൽ ഇസ്ലാം മിൻ താനിക ത്വായിഫതൈൻ വയാ മിഹ്നത മിൻ തൈനികൽ ബലിയതൈൻ. എന്ത് വലിയ മുസീബത്താണ് ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഷെയ്ഖ് അബ്ദുല്ലാ അബാ ബുതൈൻ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മസലയിൽ എനിക്കൊരു നിലപാടുണ്ട്, പക്ഷേ അതെനിക്കിവിടെ വിഷയമല്ല. നിങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം. പക്ഷേ എതിരഭിപ്രായം സ്വീകരിക്കുന്നവരെ മോശമായി കാണുകയും അവർക്കെതിരിൽ മോശമായി സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. അതിൽപ്പെട്ടതാണ് ഉദ്ർ നൽകുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാ? അവർ മുർജിയാക്കളാണ്. ഉദ്ർ നൽകുന്ന ആളുകൾ മുർജിയാക്കളാണ്. ഈ വാദം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഹൽ ലി മസ്അലത്തിൽ ഉദ്രി ബിൽ ജഹ്ലി അലാഖത്തുൻ ബിൽ ഇർജാ ഉദ്ർ ബിൽ ജഹ്ലിന്റെ മസ്അലയും ഇർജാഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലൈസ ലഹാ അലാഖത്തുൻ ബിൽ ഇർജാ ഉദ്ർ ബിൽ ജഹ്ലിന്റെ മസ്അലയും അതുപോലെ ഇർജാഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആണല്ല മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം ഇർജാഉം ഉദ്ർ ബിൽ ജഹ്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൽ ഒന്ന് രണ്ട് നുസൂസുകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇമാം അഹ്മദിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അൽ ഈമാൻ മൻ ഖാല അൽ ഈമാനു യസീദു വയൻഖുസ് ആരെങ്കിലും ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പറയുന്നുവെങ്കിൽ അവനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇമാം അഹ്മദ് പറഞ്ഞു, ഹാദ ബരീഉൻ മിനൽ ഇർജാ അവൻ ഇർജാഇന്റെ വാദങ്ങളിൽ നിന്ന് മുക്തനാണ്, പിന്നീട് അവൻ മുർജി അല്ല. അതുപോലെ തന്നെ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖാല ഏതെങ്കിലും ഒരുവൻ പറയുകയാണെങ്കിൽ അൽ ഈമാനു ഖൗലുൻ വ അമൽ ഈമാൻ വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ്, യസീദു വയൻഖുസ് അത് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരുവൻ പറഞ്ഞാൽ ഫഖദ് ഖറജ മിനൽ ഇർജാഇ അവ്വലിഹി വ ആഖിരി അവൻ ഇർജാഇന്റെ എല്ലാ ശാഖകളിൽ നിന്നും അതിന്റെ ആരംഭത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും മുക്തനായവനാണ് എന്ന് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നതായി അദ്ദേഹത്തിന്റെ സുന്നയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇർജാഇന്റെ വാദമുള്ളവരാണ് അല്ലെങ്കിൽ ഉദ്ർ ഉണ്ട് എന്ന് പറയുന്നവർ മുർജിയാക്കളാണെന്ന് പറയുന്ന വാദം സുൽത്താനുൽ ഇൽമു കൊണ്ട് അതൊരിക്കലും സ്ഥാപിക്കുക സാധ്യമല്ല. ഇൽമു കൊണ്ട് അതൊരിക്കലും സ്ഥാപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മസ്അലയിൽ എൻ്റെ സഹോദരങ്ങൾ, ഞാൻ നസീഹത്ത് ഉദ്ദേശിച്ച് പറയാണ്, എൻ്റെ സഹോദരങ്ങൾ ഈ മസ്അലയിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ സ്വീകരിച്ച നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുക. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവർ സ്വീകരിച്ച നിലപാടുകൾ അത് നിങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുക. ഇതിന്റെ പേരിൽ ബന്ധം തെറ്റാനോ ബന്ധം സ്ഥാപിക്കാനോ ബന്ധം വിച്ഛേദിക്കാനോ അതൊന്നും നമുക്ക് പാടില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ന് ചില ആളുകൾ പറയുന്ന ഒരു ശുബഹത്താണ്, പൊതുവെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയാത്ത ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലർ പറഞ്ഞു നടക്കുന്ന ഒരു ശുബഹത്താണ്, ഈ ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, ഈ ഷിർക്ക് സംഭവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ മുസ്ലിമീങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരല്ല, മറിച്ച് അവർ അടിസ്ഥാനം തന്നെ കാഫിരീങ്ങളാണ്. അവർ അടിസ്ഥാനപരമായി കാഫിരീങ്ങളാണ്. അവർ മുസ്ലിമിന് ഷിർക്ക് പറ്റിയെന്ന് അവരെ കുറിച്ച് പറയരുത്, മറിച്ച് അടിസ്ഥാനം കാഫിരീങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ നാം പറഞ്ഞ വിഷയങ്ങൾ. ഒന്ന്, ഒരു വ്യക്തി ഷഹാദത്ത് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ്, അതിന് പിന്നെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു വ്യക്തി ഇന്ന് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നൊരുവൻ അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ്.
പിന്നെ അവൻ എന്തെങ്കിലും ഒരു ഷിർക്ക് ചെയ്താൽ അവൻ മുസ്ലിം ഷിർക്ക് ചെയ്തവനാണ്. അതല്ലാതെ ആരെങ്കിലും വന്നിട്ട് അവനെ ഇസ്ലാമിലേക്ക് കയറ്റി കൊടുക്കേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. മറിച്ച് ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ അവൻ മുസ്ലിമാണ്. അതുപോലെ തന്നെ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ജനിച്ചവൻ അവൻ മുസ്ലിമാണ്. ഇനി ഇവർ ഈ പറയുന്ന വാദം അഥവാ ഷിർക്ക് ചെയ്ത ആളുകൾ അവരെ അടിസ്ഥാനപരമായ കാഫിര്യങ്ങളായിട്ടാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നത് നജ്ദിലെ ഉലമാക്കളുടെ വാക്കുകളാണല്ലോ ചിലരൊക്കെ ചില വിഷയങ്ങളിൽ മാനദണ്ഡമായി കൊണ്ട് നടക്കുന്നത്. അവർക്കിടയിൽ ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ നജ്ദിലെ ഉലമാക്കൾ അവർ ഈ വിഷയത്തിൽ പറയുന്നത് എന്താ? അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാ പറയുന്നു, അദ്ദേഹം ബിലാദുൽ മുശ്രിക്കീൻ ബിലാദുൽ മുസ്ലിമീൻ അങ്ങനെ ചില വിഷയങ്ങൾ പറഞ്ഞ ശേഷം അല്ലദീന യഅ്ബുദൂനൽ അംബിയാ, അംബിയാക്കളെ ആരാധിക്കുന്നവർ, വൽ മലായിക, മലായികത്തുകളോട് ഇബാദത്തുകൾ നടത്തുന്നവർ, വസ്സാലിഹീൻ, സാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവർ, വയജഅലൂനഹും അൻദാദൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനോട് സമന്മാരായി അവരെ സ്വീകരിക്കുന്നവർ, ഔ യുസ്നിദൂന ഇലൈഹിമുത് തസറുഫ വത്തദ്ബീർ, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വാദങ്ങളൊക്കെ പറയുന്നവർ, കഗുലാത്തിൽ ഖുബൂരിയീൻ, ഖുബൂരികളിൽപ്പെട്ട ഏറ്റവും പിഴച്ച വാദങ്ങൾ പറയുന്ന ആളുകളെ പോലെയുള്ളവർ, ഫഹഉല, ഇക്കൂട്ടർ, തകല്ലമൻ നാസു ഫീ കുഫ്രിഹിം വശിർകിഹിം വളലാലിഹിം, അവരുടെ കുഫറിലും ഷിർക്കിലും ലലാലത്തിലും ഒക്കെ ഉലമാക്കൾ സംസാരിച്ചിട്ടുണ്ട്. വൽ മഅറൂഫ്, ശേഷം പറയാൻ വൽ മഅറൂഫു അൽ മുത്തഫഖു അലൈഹി ഇൻദ അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് അന്ന മൻ ഫഅല ദാലിക, അങ്ങനെ ചെയ്യുന്നവൻ, മിമ്മൻ യഅതി ബിശ്ശഹാദതൈൻ, ഷഹാദത്ത് പറയുന്നവനാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ വരാനുള്ള മാനദണ്ഡം ഷഹാദത്താണ്. ഷഹാദത്ത് പറയുന്നവനിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതെങ്കിൽ യുഹ്കമു അലൈഹി ബഅദ ബുലൂഗിൽ ഹുജ്ജതി ബിൽ കുഫ്രി വർ-റിദ്ദ, തെളിവുകൾ സ്ഥാപിച്ച ശേഷമാണ് അവൻ കാഫിറാണ് മുർത്തദാണ് എന്നൊക്കെ പറയുക. വലം യജഅലൂഹു കാഫിറൻ അസ്ലിയ, അവരെ അടിസ്ഥാനപരമായ കാഫിറായി പരിഗണിച്ചിരുന്നില്ല എന്ന് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പേരക്കുട്ടികളിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് റഹിമഹുല്ല പറയുന്നതായി അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ വലാമിൽ നമുക്ക് കാണാം. ശേഷം അദ്ദേഹം പറയുകയാണ്, ഈ വാദം പറഞ്ഞത് അഥവാ ഷിർക്ക് സംഭവിച്ചാൽ അവൻ അടിസ്ഥാനപരമായി കാഫിറാണ് എന്ന വാദം പറഞ്ഞത്, വമാ റഅയ്തു ദാലിക ലിഅഹദിൻ, ഒരാൾക്കും അങ്ങനെ ഒരു അഭിപ്രായം കണ്ടിട്ടില്ല, സിവ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ സനആനിക്കല്ലാതെ, അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദ് എന്ന കിതാബിലല്ലാതെ. വഅല്ലല ഹാദൽ ഖൗൽ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? ലം യഅരിഫു മാ ദല്ലത അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് ഫലം യദ്ഖുലൂ ബിഹാ ഫിൽ ഇസ്ലാം മഅ അദമിൽ ഇൽമി ബിമദ്ലൂലിഹാ, അക്കൂട്ടർ കലിമത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം അറിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സനആനിയാണ് അവരെ അടിസ്ഥാന കാഫിരീങ്ങളായി ആദ്യം പ്രഖ്യാപിച്ചത്. ആ വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇത്തിഫാഖായതിന് എതിരാണ് സനആനിയുടെ വാദം എന്ന് ഇദ്ദേഹം പറയുന്നു. ശേഷം പറയുന്നു, വശൈഖുന, നമ്മുടെ ഷെയ്ഖ് അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലാ യുവാഫിഖുഹു അലാ ദാലിക്, സനആനിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കാറില്ല എന്ന്, അല്ലെങ്കിൽ യോജിക്കുന്നില്ല എന്ന് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മിസ്ബാഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമിനെ അവർ പരിഗണിച്ചിരുന്നത് എന്തായിട്ടാണ്? ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമായിട്ടാണ്. അതല്ലാതെ ഇന്ന് നാട്ടിൽ ചിലർ വന്നിട്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് പോലെ അടിസ്ഥാനപരമായി അവർ മുശ്രിക്കാണ് എന്ന നിലപാടിലല്ല. ഇനി മറ്റൊരു സംശയം, അങ്ങനെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അവർ അടിസ്ഥാനപരമായി മുശ്രിക്കാണ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അങ്ങനെ ജീവിച്ചു വന്നു എന്ന് സങ്കല്പിക്കുക. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഒരു കാഫിറായ വ്യക്തി, അദ്ദേഹം ഒരു ദിവസം രാവിലെ ഇസ്ലാം സ്വീകരിച്ചു. രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കുഫ്ർ പ്രവർത്തനം ചെയ്തു, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു. ഇവരുടെ വാദപ്രകാരം എന്താണ്? അയാൾ കാഫിർ തന്നെയാണ്, ആ വ്യക്തി കാഫിർ തന്നെയാണ്. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, പുതുതായി ഇസ്ലാമിലേക്ക് വന്നവനിൽ നിന്ന് കുഫ്ർ സംഭവിച്ചാൽ അവൻ മുസ്ലിമാണെന്നതിൽ അഹ്ലുസുന്നക്ക് ഇജ്മാഅ് ഉണ്ട്. പുതുതായി ഇസ്ലാം സ്വീകരിക്കുന്നവൻ അവനിൽ നിന്ന് എന്തെങ്കിലും കുഫ്ർ സംഭവിച്ചു പോയാൽ അവൻ മുസ്ലിമാണ് എന്ന വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത്തിഫാഖ് ഉദ്ധരിക്കുന്നതായി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ റുബയ്യ ബിൻത് മുഅവ്വദ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ആർക്കറിയാം? പ്രവാചകൻ അറിയാം. അത് കുഫ്റല്ലേ? ആ വാദം കുഫ്റല്ലേ? പ്രവാചകൻ അവരോട് ഷഹാദത്ത് എല്ലാം പറഞ്ഞോ? ഇല്ല. അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഉദ്ർ കൊടുത്തു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അവർ അവിടെ കാഫിർ ആയിരുന്നെങ്കിൽ പ്രവാചകൻ എന്താ അവരോട് പറയേണ്ടത്? ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി പറയും.
അങ്ങനെ അവിടെ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വ്യക്തി ധാരാളമായി പാപങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളോട് വസിയത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ശരീരം കത്തിക്കുക. അങ്ങനെ അതിലെ പൊടികൾ അവസാനം കത്തിച്ചു ബാക്കിയാകുന്ന ചാരം അത് നിങ്ങൾ ശക്തമായി കാറ്റുള്ള ദിവസത്തിൽ അത് പറത്തി കളയുക. ചില റിവായത്തുകളിൽ കടലിൽ ഒഴുക്കി കളയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മക്കൾ അതുപോലെ ചെയ്തു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അള്ളാഹു ആ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു, അപ്പൊ നിന്നെ പേടിച്ചുകൊണ്ടാണ് അള്ളാഹു ഞാൻ അങ്ങനെ ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് മാപ്പാക്കി നൽകി. ഹദീസാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ആ വ്യക്തി എന്ത് കരുതി? എൻ്റെ ശരീരം കത്തിച്ച് അതിനെ ചാരമാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുനർജീവിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ശരീരം കത്തിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ വ്യക്തി ഇവിടെ വിശ്വസിച്ച വിശ്വാസം അത് കുഫ്റാണോ അല്ലേ? എന്താണ് അദ്ദേഹം ചെയ്തത്? അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിച്ചു. ചില ആളുകൾ അതിന് വ്യാഖ്യാനം നൽകുമ്പോൾ എന്ത് പറയും? ഖുദ്റത്തിനെ നിഷേധിച്ചിട്ടില്ല, ഖുദ്റത്തിന്റെ ഒരു ഭാഗത്തെയാണ് നിഷേധിച്ചത്. ഖുദ്റത്തിന്റെ ഒരു ഭാഗം നിഷേധിച്ചാൽ അത് കുഫ്റല്ലേ? അതും കുഫ്റാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് നിഷേധിക്കുക എന്ന് പറയുന്നത് കുഫ്റാണ്. തീർന്നില്ല. ചിലപ്പോൾ പറയുന്ന വാദം എന്താണ്? ഉദർ ബിൽ ജഹലിന്റെ മസ്അല സ്ഥാപിക്കുമ്പോഴും മറ്റും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എന്ന് പറയും, ഇവിടെ ഇൽമ് വ്യാപകമാണ്, എല്ലായിടത്തും ഉലമാക്കളുണ്ട്, അല്ലെങ്കിൽ ഉലമാക്കളുടെ സംസാരം കേൾക്കാൻ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഇങ്ങനെ പലതും പറയും. അതുകൊണ്ട് തന്നെ ഉദറുണ്ട് എന്ന വാദം പറയുന്നതേ ശരിയല്ല എന്ന വാദം പറയുന്ന ആളുകൾ നമ്മുടെ കാലഘട്ടത്തിലാണോ അതല്ല സഹാബത്തിന്റെ കാലഘട്ടത്തിലാണോ കൂടുതൽ ഇൽമ് വ്യാപകമായിട്ടുണ്ടായിരുന്നത്? ആരുടെ കാലഘട്ടത്തിലാ? കുഫറിന്റെ ഹലാല് ഹറാമാക്കുന്നതിന്റെ വിധി എന്താണ്? ഹലാല് ഹറാമാക്കുന്നതിന്റെ വിധി എന്താണ്? കുഫറാണ്. സംശയമുണ്ട് ആർക്കെങ്കിലും? ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു കള്ള് ഹലാലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നു കാരണം? ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലൈസ അലൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തഇമു ഇദാ മത്തഖൗ വആമനു വഅമിലുസ് സാലിഹാത്ത് എന്ന് പറയുന്ന ആയത്ത്. അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ തെറ്റുപറ്റിയതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കള്ള് ഹലാലാണ് എന്ന് പറഞ്ഞു. ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇൽമ് അത്രയും വ്യാപകമല്ലേ? പക്ഷെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ പിഴവ് പറ്റി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തക്ഫീർ നടത്തിയിട്ടില്ല. ഉലമാക്കൾക്ക് ഇജ്മാ ഉണ്ട്. നേരെ മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ആ വിഷയം തിരുത്താൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ നീക്കിക്കൊടുത്തു. ഇവിടെയാണ് ഉലമാക്കൾ പറയുന്നത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഉദ്ർ നൽകപ്പെടും. ഇവിടെ ഖുദാമത്ത് ബിൻ മദ്ഊനിന് വ്യാഖ്യാനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ആയത്ത് മനസ്സിലാക്കിയതിൽ തെറ്റിദ്ധരിച്ചു പോയതാണ്. പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഇനി ആരും അദ്ദേഹം കള്ള് ഹലാലാക്കി എന്ന് പറഞ്ഞ് നടക്കരുത്. അദ്ദേഹം അത് പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഖുദാമത്ത് ബിൻ മദ്ഊനിന്റെ ആ ഒഴിവ്, അദ്ദേഹത്തിന്റെ വിശദീകരണം ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ശറഅ് അംഗീകരിച്ചു. ഒരാളും ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ തക്ഫീർ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ അറിവില്ലായ്മ ശറഅ് പരിഗണിച്ചിട്ടുണ്ട്, അറിയാതെ പറഞ്ഞു പോകുന്നത് ശറഅ് പരിഗണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശറഅ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പരിഗണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വാദങ്ങൾ പറയുന്നവർ അവരടിസ്ഥാനപരമായി കാഫിര്യങ്ങളാണെന്ന് പറയുന്ന വാദം അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുർ റഹ്മാൻ ഇബ്നു ഹസൻ പറഞ്ഞതുപോലെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണ്. അത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പൊതുവെ പറയാത്ത വാദമാണ്. അതുകൊണ്ട് ഈ വിഷയം ഇൽമിയായ മാനദണ്ഡങ്ങളിൽ നാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ വിഷയം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിന് വേണ്ടി നിർത്താം. നാലാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിക്കും. ഈ രണ്ട് വിഷയങ്ങൾ വളരെ വലിയ വിഷയമായതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. من اعتقد أن هدي غير النبي صلى الله عليه وسلم أكمل من هديه أو أن حكم غيره أحسن من حكمه كفر. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദിയാണ് അല്ലെങ്കിൽ പ്രവാചകന്റെ മാർഗത്തെക്കാളും നല്ലതാണ് അവന്റെ മാർഗം എന്നാരെങ്കിലും വാദിച്ചാൽ അല്ലെങ്കിൽ വിശ്വസിച്ചാൽ, അതല്ലെങ്കിൽ പ്രവാചകൻ നൽകി പഠിപ്പിച്ചിരിക്കുന്ന വിധിവിലക്കുകളെക്കാളും നല്ലതാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന വിധിവിലക്കുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഫഖദ് കഫർ, അവൻ കാഫിറാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഒന്ന് ഹദി, മറ്റൊന്ന് ഹുക്കും. ഹദി എന്ന് പറഞ്ഞാൽ ജീവിതമാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി, പ്രവാചകന്റെ ദഅവത്തിന്റെ രീതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഒരാൾ പറയാണ് പ്രവാചകന്റെ സ്വഭാവത്തിനേക്കാളും നല്ലത് ഇന്നാളുടെ സ്വഭാവമാണ്, അവൻ കാഫിറാണ്.
ഒരാൾ പറയാണ് പ്രവാചകൻ ദഅവത്ത് നടത്തിയത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്, പക്ഷേ നമ്മൾ അങ്ങനെയല്ല നടത്തേണ്ടത്, നമ്മൾ അങ്ങനെ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കരുത്, ഇവിടെ ഭിന്നിപ്പുണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാർഗമാണ് നല്ലത് പ്രവാചകന്റെ മാർഗത്തെക്കാളും എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകും. ഇതാണ് ഒന്നാമത്തെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളിൽ പറയാറുണ്ട്, ഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ, ചില റിവായത്തുകളിൽ ഖൈറുൽ ഹുദ ഹുദ മുഹമ്മദ്, ചില റിവായത്തുകളിൽ അഫ്ളലുൽ ഹദി, ചില റിവായത്തുകളിൽ അഹ്സനുൽ ഹദി എന്നൊക്കെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് ഏറ്റവും നല്ല മാർഗം. ചില ആളുകൾ എന്ത് പറയും, നമ്മുടെ തരീഖത്തിന്റെ ഷെയ്ഖ് അദ്ദേഹമാണ് യഥാർത്ഥമായി അള്ളാഹുവിലേക്ക് വഴിതെളിച്ച് തരുന്ന വ്യക്തികൾ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആളുകൾ. അങ്ങനെ പറയുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ല, മറിച്ച് ഇന്ന ഷെയ്ഖിന്റെ തരീഖത്താണ് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുക എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അവന്റെ വാദം എന്താണ്? അവന്റെ ഷെയ്ഖിന്റെ ഹദിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെക്കാളും നല്ലത്. ആ വാദം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. രണ്ടാമത്തേത് ഹുക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമാണ് നമ്മുടെ ഹുക്കുമുകളെക്കാളും നല്ലത്. പ്രവാചകന്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളാണ്. ഇപ്പൊ കട്ടവന്റെ കൈമുറിക്കണം, അതാണ് ഇസ്ലാമിന്റെ വിധി. ഒരാൾ പറയാണ് അല്ല, അതിനേക്കാളും നല്ലത് കട്ടവനെ ജയിലിലിടലാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇസ്ലാമിന്റെ വിധി ഖിസാസ് നടപ്പിലാക്കുക എന്നതാണ്. ഒരാളെ കൊന്നാൽ അതിന് തിരിച്ച് പകരം കൊല്ലുക, പിന്നെ അതിന് മാപ്പ് നൽകുന്നു, മറ്റൊക്കെ വിഷയങ്ങൾ. പക്ഷെ ഒരു അടിസ്ഥാനം കൊന്നയാളെ തിരിച്ചു കൊല്ല. ഒരാൾ പറയാണ് അല്ല, കൊന്നയാളെ ജയിലിലിടലാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുന്നതാണ്. ഇതാണ് അള്ളാഹുവാണ് വിധി നൽകാൻ, അല്ലെങ്കിൽ അള്ളാഹുവാണ് വിധികൾ വെക്കാൻ അർഹതയുള്ളവൻ. അള്ളാഹു പറയുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി നൽകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹകം, അള്ളാഹുവാണ് വിധി നൽകുന്നവൻ. വ ഇലൈഹിൽ ഹുക്ം, അവനിലേക്കാണ് വിധി ചേർത്തപ്പെടേണ്ടത്, അള്ളാഹുവിന്റെ വിധിയാണ് വിധിക്കപ്പെടേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിധി കൊണ്ടല്ലാതെ വിധി കൽപ്പിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതിനെതിരായിട്ടാണ് ബിദ്അത്തിന്റെ ആളുകൾ ഈ വിഷയത്തിലുള്ള നിലപാട്. ധാരാളം ബിദ്അത്തിന്റെ ആളുകൾ പിഴച്ചുപോയ ഒരു ഭാഗമാണിത്. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധികളാണ് നാം കൽപ്പിക്കേണ്ടത്, അല്ലേ? അള്ളാഹുവിന്റെ വിധികളാണ് ഏറ്റവും നല്ല വിധി. എന്നാൽ അള്ളാഹു അവതരിപ്പിക്കാത്ത വിധി കൊണ്ട് ആരെങ്കിലും വിധി വെക്കുകയാണെങ്കിൽ അവന്റെ ഹുക്കം എന്താണ്? ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതാദ്യം നമുക്ക് പറയാം. ഒന്നാമതായിട്ട് ഒരാൾ പറയാണ്, വിധി വെക്കാൻ അള്ളാഹു അല്ലാത്തവർക്കും അവകാശമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, വിധി ഉണ്ടാക്കാൻ അള്ളാഹു അല്ലാത്തവർക്ക്, അഥവാ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒരാൾ പറയാണ് നമുക്കും അതിൽ വിധി വെക്കാൻ, വിധി ഉണ്ടാക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ അള്ളാഹു ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറയണല്ല നമുക്കും ആ കാര്യത്തിൽ ഒരു വിധി പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. രണ്ടാമത്തേത് ഒരാൾ പറയാണ്, അള്ളാഹുവിന്റെ വിധിയും ജനങ്ങൾ വെച്ചിരിക്കുന്ന വിധിയും അതേതുമായിക്കൊള്ളട്ടെ, ജനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഏത് വിധികളുമാകട്ടെ, ഒരാൾ പറയാണ് രണ്ടും ഒരേപോലെയാണ്, അവനും കാഫിറാണ്. അങ്ങനെ പറയും, രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നവൻ കാഫിറാണ്. ഒരാൾ പറയാണ് ജനങ്ങൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന വിധിയാണ് ഏറ്റവും നല്ലത്, അള്ളാഹുവിന്റെ വിധി ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറയുകയാണെങ്കിൽ അവനും കാഫിറാകുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു വിധി കൊണ്ട് വിധി കൽപ്പിക്കുകയും ഇതാണ് ഈ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ വിധി എന്ന് തെറ്റായി പറയുകയും ചെയ്താൽ, ഒരാൾ പറയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാബ് ധരിക്കേണ്ട ആവശ്യമില്ല, അവർ പർദ്ദ ധരിക്കേണ്ട ആവശ്യമില്ല, അതാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ വിധി എന്നൊരുവൻ പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ അവൻ കാഫിറാണ്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സ്ത്രീകളെ വസ്ത്രം മൊത്തത്തിൽ ഇസ്ലാമിന്റെ വിധി ഒരു വ്യക്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിധി എന്ന് പറഞ്ഞാൽ അത് കുഫ്റാകുന്ന പ്രവർത്തനമാണ് എന്ന് ഇബ്നുൽ അറബി റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ വിധിയാണ്. ഇനി ഇന്ന് ഇഖ്വാനികളും മറ്റുമൊക്കെ ഉന്നയിക്കുന്ന പ്രധാന ഒരു ആരോപണം, ചില ഭരണകൂടങ്ങൾ, ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ വ്യക്തികൾ ഉണ്ടാക്കിയിരിക്കുന്ന വിധികൾ നടപ്പിലാക്കുന്നുണ്ട്. ഡെമോക്രസി അനുസരിച്ചുള്ള രാജ്യങ്ങൾ മറ്റൊക്കെ പല രാജ്യങ്ങളുമുണ്ട്. ഈ വിധി അല്ലെങ്കിൽ മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന വിധികൾ, അതുകൊണ്ട് വിധി കൊടുക്കുന്നതിന്റെ ഹുക്കം എന്താണ് അതിന്റെ ഹുക്കം? ഒരു വ്യക്തി അള്ളാഹുവിന്റെ വിധിയേക്കാളും നല്ലതാണ് ആ വിധി എന്ന് വിശ്വസിക്കാതെ, അള്ളാഹുവിന്റെ വിധിയും ആ വിധികളും ഒരേപോലെയാണ് എന്ന് വിശ്വസിക്കാതെ
ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ടാണ് ഈ ജനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വിധി നടപ്പിലാക്കുന്നത് എങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് ഒരു പാപമാണ്, ആ വ്യക്തി ചെയ്യുന്നത് ഒരു മഅസിയത്താണ്. അതൊരിക്കലും കുഫറല്ല, അത് കുഫറല്ല. എന്താണ് തെളിവ്? ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു അവതരിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടല്ലാതെ ആരെങ്കിലും വിധി നൽകുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, വഖദ് ളല്ലത് ജമാഅത്തുൻ മിൻ അഹ്ലിൽ ബിദ്അഇ മിനൽ ഖവാരിജി വൽ മുഅ്തസിലതി ഫീ ഹാദൽ ബാബ്. ബിദ്അത്തുകാരിൽപ്പെട്ട ഖവാരിജികളും മറ്റുമൊക്കെ ഈ ആയത്തിനെ മനസ്സിലാക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഫഹ്തജ്ജു ബിഹാദിഹിൽ ആഥാരി വമിസ്ലിഹാ ഫീ തക്ഫീരിൽ മുദ്നിബീൻ വഹ്തജ്ജു മിൻ കിതാബില്ലാഹി ബിആയാതിൻ ലൈസത അലാ ളാഹിരിഹാ. അതിന്റെ പരോക്ഷമായ അർത്ഥം അനുസരിച്ച് എടുക്കേണ്ട അല്ലെങ്കിൽ ആ ആയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാകാതെ ചില ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിധി കൊണ്ടല്ലാതെ വിധി നൽകിയാൽ അവൻ കാഫിറാകും എന്ന് പറഞ്ഞാലുള്ള ഉദ്ദേശം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ ലം യഹ്കും ബിഹി ഫഹുവ ളാലിമുൻ ഫാസിഖ്. ആരെങ്കിലും അല്ലാഹു അവതരിപ്പിച്ച വിധി കൊണ്ടല്ലാതെ വിധി നൽകുകയാണെങ്കിൽ അവൻ ഫാസിഖാണ്, കാഫിറല്ല, അവൻ ഫാസിഖാണ്. മറ്റൊരു റിവായത്തിൽ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന, ഇമാം ദഹബി സഹീഹാണെന്ന് വിധിവെച്ച ഒരു അസറിൽ കാണാം, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ലൈസ കുഫ്റൻ യൻഖുലു അനിൽ മില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന വിധിയല്ല ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കുഫറല്ല ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമിന്റെ ഹുക്ം എന്താണ്? കട്ടവന്റെ കൈമുറിക്കണം. ഒരു ഭരണാധികാരി കൈമുറിക്കാതെ കട്ടവനെ ജയിലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ അള്ളാഹുവിന്റെ വിധിയാണോ അയാൾ നടപ്പിലാക്കിയത്? അല്ല. അള്ളാഹു പറയുന്നു, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. ആരെങ്കിലും അള്ളാഹുവിന്റെ വിധിയല്ല നടപ്പിലാക്കുന്നതെങ്കിൽ അയാൾ കാഫിറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറല്ല, അഥവാ അയാൾ ചെയ്തത് ഒരു പാപമാണ്. എപ്പോൾ? ആ വ്യക്തി ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ടാണ് ചെയ്തത് എങ്കിൽ. ഇനി ആ വ്യക്തി വിശ്വസിക്കുകയാണ് എന്റെ ഈ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനത്തെക്കാളും നല്ലത്, നേരത്തെ നമ്മൾ പറഞ്ഞു ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, അയാൾ കാഫിറാണ്. അതല്ലാതെ വ്യക്തികൾ ഉണ്ടാക്കിയിരിക്കുന്ന വിധി ഒരു വ്യക്തി അള്ളാഹുവിന്റെ വിധിക്ക് പകരം വിധിക്കുകയും അയാളുടെ ദേഹേച്ഛ ആ വിഷയത്തിൽ പിൻപറ്റുകയും ചെയ്താൽ അത് കുഫ്റല്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എന്ത് പറയും? ഇബ്നു അബ്ബാസിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടു എന്നതാണ് ശരി. ഇമാം ഹാക്കിം അത് സഹീഹാക്കിയിട്ടുണ്ട്, ഹാഫിദ് അദ്ദഹബി അത് സഹീഹാക്കിയിട്ടുണ്ട്. ഇനി ഇബ്നു അബ്ബാസിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടില്ല എന്ന് വന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ ത്വാഊസിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടതായി മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി അദ്ദേഹത്തിന്റെ തഅലീമുസ് സ്വലാ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു വിധി വെക്കുമ്പോഴേക്ക് അത് അള്ളാഹു വിധിച്ച വിധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണാധികാരിയെ തക്ഫീർ നടത്തുക എന്നത് ഒരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇന്ന് ചില ഇഖ്വാനികൾ എന്താ ചെയ്യുക? അവർ പറയും സൗദി അറേബ്യക്കെതിരെ സംസാരിക്കും. എന്നിട്ട് എന്ത് പറയും? ഇന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ വിധി ഇതാണ്, പക്ഷെ അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവർ കാഫിര്യങ്ങളാണ്, ഖവാരിജുകൾ ചെയ്യുന്നത് പോലെ. അത് തെറ്റാണ്. കാരണം ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ടാണ് ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധിയല്ലാത്തൊരു വിധി വിധിക്കുന്നത് എങ്കിൽ അവൻ അവിടെ പാപിയാണ് ആവുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അവൻ ഒരിക്കലും അവിടെ കാഫിറാവുകയില്ല. അതുപോലെ തന്നെ ഇക്കൂട്ടർ മറന്നുപോകുന്ന ഒരു കാര്യം എന്താണ്? ഇങ്ങനെ വിധിയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കുക ഭരണാധികാരിയെ കുറിച്ചാണ്. എന്നാൽ വിധിയുമായി ബന്ധപ്പെട്ടത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല. ഒരു ഉപ്പ വീട്ടിൽ രണ്ട് മക്കൾക്കിടയിൽ ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ അത് വിധിയാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ നീതിയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു ഉപ്പ നീതിയോടുകൂടി അല്ലാതെ കൈകാര്യം ചെയ്താൽ അത് അവിടെ അള്ളാഹുവിന്റെ വിധി പ്രകാരമല്ല നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അയാൾ കാഫിറാണെന്ന് പറയേണ്ടി വരും. ഉമ്മത്തിൽ മൊത്തത്തിൽ അങ്ങനെ തക്ഫീർ നടത്തേണ്ടി വരും. അതാണ് ഖവാരിജുകൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അഹ്ലുസുന്നയുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ഒരു വ്യക്തി ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധി ഒഴിവാക്കി മറ്റൊരു വിധി നടപ്പിലാക്കിയത് എങ്കിൽ അത് പാപമാണ്. ഷെയ്ഖ് ബിൻ ബാസിന്റെ സംസാരത്തിൽ കാണാം, വ്യഭിചാരം പോലെ, മോഷണം പോലെ അതൊരു പാപമാണ്. അതൊരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് നിസ്കാര ശേഷം പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.